ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم، وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد صلاة تفتح لنا بها أبواب الرضا والتيسير، وتغلق بها عنا أبواب الشد والتعسير، وتكون لنا بها وليا ونصيرا. أنت ولينا ومولانا فنعم المولى ونعم النصير. ബഹുമാനപ്പെട്ട ഉലമാക്കളെ, നാട്ടിലെ പ്രധാനികളും സുന്നത്ത് ജമാഅത്തിന്റെ സഹായികളുമായ ഉമറാക്കളെ, ദീനിന്റെ സഹായികളായ ബഹുമാനപ്പെട്ട യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു അവന്റെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. ഇൽമിന്റെ മജ്ലിസ്, മഹാന്മാരായ സാലിഹീങ്ങളുടെ അപദാനങ്ങൾ പറയുന്ന മജ്ലിസ്, എല്ലാ നിലക്കും ഖൈറുള്ള ഈ മജ്ലിസിൽ ആ ഖൈറിന്റെ ദിക്റുൽ അംബിയാ ഇബാദ വദിക്റു സ്വാലിഹീന കഫാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്റ ഫദ്ൽ കൊണ്ട് യോഗ്യമായ ഈ സദസ്സ് അല്ലാഹു തആല അവന്റെ തൗഫീഖ് കൊണ്ട് യോഗ്യമാക്കിയ ഈ മജ്ലിസിനെ അല്ലാഹു കബൂലാക്കട്ടെ. എന്നിട്ട് ആ ദിക്റു സ്വാലിഹീന കഫാറ എന്ന പൂർണ്ണമായ ലാഭം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊരിഞ്ഞു തരട്ടെ. അല്ലാഹു സമ്പൂർണമായി നമുക്ക് പുറത്തു തരട്ടെ. സമ്പൂർണമായി അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. സമ്പൂർണമായി അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഹത്താ യഖ്റുജ നഖിയ്യൻ മിനദ് ദുനൂബ് എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില അമലുകൾക്ക് ലാഭമായി ഹബീബായ നബി പറയാറുള്ളത് പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം സകല ദോഷങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട നിലയിൽ ഇവിടുന്ന് പുറത്തിറങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട ചെർഷ്യൻ ജയന്തി മുസ്ലിയാർ അടക്കമുള്ള പല ആളുകളും പ്രയാസത്തിലാണ്. അള്ളാഹു അവർക്കെല്ലാം ഷിഫ നൽകട്ടെ. ബഹുമാനപ്പെട്ട വന്യരായ സമസ്ത ജനറൽ സെക്രട്ടറി ഷെർഷേരി ഉസ്താദിന്റെ രോഗം അള്ളാഹു തആല ഷിഫയാക്കട്ടെ. അള്ളാഹു അവർക്ക് സമ്പൂർണ്ണ ആഫിയത്തിനെ എളുപ്പമാക്കി കൊടുക്കട്ടെ. മറ്റു പല ഉസ്താദുമാരും രോഗികളാണ്. അള്ളാഹു ഷിഫയും ആഫിയത്തും പ്രദാനം നൽകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു തആല ഈ ഒരു വഴിയിൽ നിലനിന്ന് ഖിയാമത്ത് നാൾ വരെ ശുദ്ധമായ ഒരു പരമ്പരക്ക് പിതാവാകാൻ, മാതാവാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ മഅരിഫത്തിന്റെ വിജ്ഞാനത്തിന്റെ ലദത്ത് കൊണ്ടും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീം. പ്രസംഗത്തിനിടയിൽ സംസാരിക്കരുത്. ഇതൊരു ഗൗരവമുള്ള മജ്ലിസാണ്. മഹാന്മാരുടെ ഗുരുത്തക്കേട് സംഭവിച്ചു പോയാൽ പിന്നെ അവനെ എല്ലാ മഹാന്മാരും വെറുത്തു പോകും. അവരെല്ലാം ഒരു ശബക്കത്തുൽ വിലായ, ഒരു വിലായത്തിന്റെ നെറ്റ്വർക്ക് ഉണ്ട് ലോകത്ത്.
ഒരാൾ എതിർത്താൽ പിന്നെ ഒരാളെ ഒഴിവാക്കിയാൽ പിന്നെ എല്ലാവരും ഒഴിവാക്കി കളയും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഹയ്യൻ വമൈതൻ അവരുടെയൊക്കെ കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ്. അവർ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളായ ബഹുമാനപ്പെട്ട സാലിഹ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് വളരെ താഴ്മയോടെ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ശംസുൽ ഉലമ റഹിമഹുല്ലാഹയെ നേരിട്ട് കണ്ട് പരിചയപ്പെട്ട ശിഷ്യന്മാർ, ബന്ധപ്പെട്ടവർ, ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ, ബന്ധപ്പെട്ടവർ, ഇങ്ങനെയുള്ള ഒരു പ്രബുദ്ധമായ മജ്‌ലിസിന്റെ മുന്നിലാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സംഭവങ്ങളുടെ ഒരു ചർവണമല്ല ഇവിടെ നടത്തുന്നത്. അതൊക്കെ ധാരാളം തവണ നാം നടത്തിയിട്ടുള്ളതാണ്. അവരുടെ മനാഖിബുകൾ, സംഭവങ്ങൾ, ഇതെല്ലാം ധാരാളം നമ്മൾ പറയുകയും കേൾക്കുകയും അതിനെക്കുറിച്ചുള്ള കാസറ്റുകൾ ഒക്കെ ഇഷ്ടം പോലെ, പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഇന്ന് നമുക്ക് ലഭ്യവുമാണ്. ഞാൻ അതിൽ നിന്ന് ഗൗരവമായ ഒരു ചർച്ച അള്ളാഹുവിന്റെ സഹായത്താൽ ഇവിടെ, അള്ളാഹു സഹായിച്ചാൽ അള്ളാഹു സഹായിക്കട്ടെ, അവരിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണം എന്നതിനെ കുറിച്ച് ഒരല്പഭാഗം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖൽഖിനോട് വലിയ കൃപയുള്ളവനാണ്. പ്രത്യേകിച്ച് അവന്റെ ഖൽഖിൽ മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന് വല്ലാത്ത കൃപയാണുള്ളത്. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പറയവേ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു ചിന്ത, വളരെ ഗൗരവമായ ഒരു പദപ്രയോഗം വിശുദ്ധ ഖുർആൻ കൊണ്ടുവരുന്നുണ്ട്. മഹാനായ സയ്യിദ്നാ താലൂത്ത് എന്നവരുടെ നേതൃത്വത്തിൽ പോയ ഒരു പടയിലായിരുന്നു അന്ന് സയ്യിദ്നാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലോകം പരിചയപ്പെട്ടത്. ആ പടയിലെ ഒരു സാധാരണ സോൾജിയർ ആയിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ്നാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അന്ന് സയ്യിദ്നാ ദാവൂദ് നബിയായി ഭൂമുഖത്ത് പരിചയപ്പെടുത്തപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ ഖളാഇൽ അവർ നബിയാണ്, പക്ഷെ നബുവത്ത് അവർക്ക് കരഗതമായിട്ടില്ല. ആ ഒരു സമയത്താണ് ത്വാലൂത്തിന്റെ കൂടെ അവർ യുദ്ധത്തിന് പോകുന്നത്. അന്ന് ഇസ്രായേലികൾക്ക് നബിയായിരുന്നു സയ്യിദ്നാ ശംബീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ബൈബിൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമെല്ലാം ശാമുവേൽ പ്രവാചകനെ പറയുന്നുണ്ട്. ഗോളിയാത്തിന്റെ സംഭവവും കാണാവുന്നതാണ്. പഴയ നിയമത്തിലും ഉണ്ട്, പുതിയ നിയമത്തിലും ഉണ്ട്. അപ്പോൾ ആ ഒരു രംഗത്ത് ബഹുമാനപ്പെട്ട സയ്യിദ്നാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വിഷയത്തെ ലളിതമാക്കി ആ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. ഒരിക്കലും പരിഹരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന് മുസ്ലിമീങ്ങൾ പൂർണ്ണമായി നിഹനിക്കപ്പെട്ട ഒരു സാഹചര്യം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താലൂത്തിന് യുദ്ധക്കളത്തിലെത്തിയ പടയെപ്പറ്റി പരിചയപ്പെടുത്തിയത് അവർ അസ്ഹാബ് ബദറിന്റെ എണ്ണമായിരുന്നു എന്നാണ്. 300 ചില്ലാനം. മാത്രമല്ല എല്ലാം നിലക്കും അവർ നാശത്തിന്റെ മുന്നിലായിരുന്നു. അവരുടെ ശത്രുക്കൾ അന്ന് 2 ലക്ഷത്തോളം ഉണ്ടായിരുന്നു എന്നും ചില താരീഖിൽ കാണാം. ആ രംഗത്ത് ബഹുമാനപ്പെട്ട സയ്യിദ്നാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം രംഗത്ത് വരുന്നു. അവിടെ അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്, വലൗലാ ദഫഉല്ലാഹി الناس بعضهم ببعض لفسدت الارض ولكن الله ذو فضل على العالمين. അല്ലാഹു അവസരോചിതമായി ഇടപെടും. അല്ലാഹുവിന് ലോകത്തോട് വലിയ ഔദാര്യമുള്ളവനാണ് അല്ലാഹു എന്ന് പറയുന്നുണ്ട്. ഇത്തരം പ്രയോഗങ്ങൾ ഖുർആനിൽ പല സ്ഥലത്തും കാണും. അല്ലാഹു അവന്റെ അടിമയോട് വലിയ കൃപയുള്ളവനാണ്. അടിമകളിൽ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിമകളാണ് മുഅ്മിനീങ്ങൾ. മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന് അതിരറ്റ അനുകമ്പയും സ്നേഹവുമാണ്. അപ്പോൾ എവിടെയെല്ലാം ഈമാനിന് ഭംഗം സംഭവിക്കുന്നോ അവിടെയെല്ലാം അല്ലാഹുവിന്റെ ഇടപെടലുകൾ നടക്കും.
ഈ ഇടപെടലുകൾ ലോകത്തിന്റെ പല ഭാഗത്തും പല സന്ദർഭത്തിലും പല കാലഘട്ടത്തിലും നടന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വളരെ തല കൊടുത്തിട്ട് നമ്മൾ ചിന്തിക്കണം, ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ നീതിമാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്. അവർക്ക് മുന്നിൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു, മുത്തുനബി ഓടിക്കൊടുത്തു, അതിന്റെ ചര്യയും വിശദീകരിച്ചു. രീതി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിച്ചു, നടപ്പിലാക്കി. അവരുടെ കാലഘട്ടത്തിൽ മിതഭാഷികളും നീതിമാന്മാരും ജ്ഞാനികളുമായ എമ്പാടും സാലിഹീങ്ങളായ പണ്ഡിതന്മാരായ സ്വഹാബികൾ ഉണ്ടായിരുന്നു. അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിച്ച് അറിഞ്ഞ് കാര്യം നടപ്പിലാക്കുന്ന രീതിയും അവരുടെ കാര്യഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പൊരുത്തമല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ കാലഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിഖ്ഹിന്റെ തദ്വീൻ, ഒരു ഫിഖ്ഹിനെ ക്രോഡീകരിക്കേണ്ട ഒരു ആവശ്യം, ഇസ്ലാമിക ഫിഖ്ഹിനെ വേറിട്ട് ക്രോഡീകരിക്കേണ്ട ഒരു സാഹചര്യവും ആവശ്യവും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പ്രശ്നം സംഭവിച്ചു. എന്ത്? ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ അവസാന കാലഘട്ടം വരുന്നതോടുകൂടെ തിരുത്തൽവാദികളും നൂതന താല്പര്യക്കാരും സ്വാർത്ഥ താല്പര്യക്കാരുമായ ചില ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ രംഗത്ത് വന്നു. അവർ മനോഹരമായി ഖുർആൻ ഓതി, അവർ മനോഹരമായി ദീൻ പറഞ്ഞു, അവർ മനോഹരമായി ദീനിന്റെ ആളുകളായി രംഗത്ത് വന്നപ്പോൾ പല സ്വാലിഹീങ്ങളായ കുടുംബത്തിലും തലമുറകളിൽ പരമ്പരകളിലുമുള്ള നല്ല മനുഷ്യരിൽ പിൻഗാമികൾ പലപ്പോഴും വഞ്ചിക്കപ്പെട്ടു. വഞ്ചനയിൽ പ്രവേശിക്കുന്ന സാഹചര്യം ധാരാളം പ്രദേശങ്ങളിൽ ഉണ്ടായി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു. ആ ഇടപെട്ടതാണ് ബഹുമാനപ്പെട്ട 4 മദ്ഹബ്. അതിൽ ഒന്നാമത്തെ ആൾ മഹാനായ അബൂ ഹനീഫ അൻ-നുഅ്മാൻ റളിയല്ലാഹു. ഞാൻ ശംസുൽ ഉലമ എന്ന മഹാൻ, അവർ നമ്മുടെ സമൂഹത്തിൽ ആരായിരുന്നു എന്ന് നോക്കിക്കാണുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ബൈഹഖി തങ്ങൾ എഴുതിയ തബയ്യിനുസ് സ്വഹീഫ ഫീ മനാഖിബി അബീ ഹനീഫ എന്നൊരു ഗ്രന്ഥമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങളുടെ ഉസ്താദുമാര് പ്രധാനമായും സ്വഹാബികളായിരുന്നു എന്ന് ധാരാളമായി ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അതിൽ സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വഹാബത്തിൽ നിന്നും നേരിട്ട് ദീൻ പഠിച്ചു. ഇമാമിങ്ങളിൽ ആദ്യത്തെ ആൾ മഹാനായ അബൂ ഹനീഫ അൻ-നുഅ്മാൻ അൽ-കൂഫി റളിയല്ലാഹു അൻഹു. നിങ്ങൾ വളരെ ചിന്തിക്കണം. ജനങ്ങൾ വഞ്ചിതരായ സാഹചര്യം എന്ന് പറയാൻ കാരണം എന്ത്? ഒന്ന് ഖവാരിജ് തന്നെ. ഖവാരിജ് എന്നാൽ മനോഹരമായ വേഷം ധരിക്കും, നല്ല നീളക്കുപ്പായം, അവരുടെ ഇസാർ, അവരുടെ അരയുടുപ്പാകട്ടെ ഇല അൻസാഫി സാഖൈഹിം, അവരുടെ കാലിന്റെ തണ്ടക്കാലിന്റെ പകുതി വരെ മാത്രമേ തുണി ഉടുക്കുള്ളൂ, ഖമീസ് ധരിക്കുള്ളൂ. പിന്നെയോ അവരുടെ ലഹ്യത്ത് താടിയാകട്ടെ അല സുദൂരിഹിം, നെഞ്ചിലിങ്ങനെ കിടന്നിരുന്നു. പിന്നെ തലേക്കെട്ടിന്റെ വാലാകട്ടെ അല ളുഹൂരിഹിം, പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. നല്ല നിസ്കാരത്താമ്പ്, നീണ്ട വാലുള്ള തലേക്കെട്ട്, നെഞ്ച് നിറഞ്ഞ താടി, മുട്ടിനോട് അടുത്ത സ്ഥലത്ത് ഖമീസിന്റെ അവസാനം നെരിയാണിക്കിന്റെ അടുത്തേക്ക് പോലും ഇല്ല. എപ്പോഴും യഖ്റഊനൽ ഖുർആന, എപ്പോഴും ഖുർആനോട് ഫയബുകൂന, എന്നിട്ട് കരയും. കാനു അക്സറന്നാസി ബുകാഅൻ മിൻ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആനോട് അവർ വല്ലാതെ കരഞ്ഞിരുന്നു. ഇത് എന്റെ വകയല്ല. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഹ്സനീന അഅമാലൻ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇസ്മാഈലുൽ ഹഖ് ബറൂസബി തന്റെ തഫ്സീർ റളിയല്ലാഹു അൻഹു തന്റെ റൂഹുൽ ബയാനിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. എന്റെ വകയല്ല. അവർ മനോഹരമായ ഖുർആനോടും, പക്ഷേ അവരുടെ അഖീദയും അവരുടെ ഫിഖ്ഹും സ്വഹാബത്തിന് പരിചയമില്ലാത്ത വിധത്തിലായിരുന്നു. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട
താബിഈങ്ങളെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഫിഖ്ഹ് എന്തുകൊണ്ട് സ്വഹാബത്തിന്റെ കാലത്ത് ക്രോഡീകരിച്ചില്ല? അങ്ങനത്തെ ഒരു ആവശ്യം അവരുടെ കാലഘട്ടത്തിൽ ഒന്നില്ല. അല്ലാഹു ആവശ്യത്തിൽ ഇടപെടും. അവരുടെ അഖീദ വളരെ മോശപ്പെട്ട അഖീദയായിരുന്നു. അവരുടെ ഫിഖ്ഹാകട്ടെ പല സ്ഥലങ്ങളിലും സ്വഹാബത്തിന്റെ ഫിഖ്ഹിന് അന്യമായിരുന്നു. അതേ രംഗത്ത് ഖദരിയത്ത് വന്നു. അതേ സാഹചര്യത്തിൽ ഖവാരിജ് പോലെ ഖദരിയത്തും വന്നു. ഖദരിയത്താകട്ടെ ഈമാനിലെ 6ാം കാര്യത്തെ നിഷേധിച്ചു. ഫിഖ്ഹിൽ അവരെ കടത്തിക്കൂട്ടി. അവർ എന്ത് ചെയ്യും? ബാങ്കിൽ തസ്വീബ് ചൊല്ലും. ഫിൽ അദാനിൽ ഖംസ് 5 ബാങ്കിലും അവർ തസ്വീബ് പറയും. സ്വലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അവർ ളുഹറിന്റെ ബാങ്കിൽ പറയും, അസ്റിന്റെ ബാങ്കിലും പറയും, മഗ്രിബിന്റെ ഇശാഇന്റെ ഒക്കെ അവർ പറയും. ഈ തസ്വീബ് ഇത് സ്വഹാബത്തിന് പരിചയമില്ലാത്ത രീതിയായിരുന്നു. അതിനവര് ന്യായം പറഞ്ഞു. എന്താ ന്യായം? ന്യായം ഉറക്കത്തിനേക്കാൾ നല്ലത് നിസ്കാരമാണ് എന്ന് പറയുന്നത് എല്ലാ വഖത്തിലും പറയണം. കാരണം മനുഷ്യന്മാർ എല്ലാ വഖത്തിലും ഉറങ്ങാൻ സാധ്യത ഉണ്ടല്ലോ എന്നാണ് ന്യായം പറഞ്ഞത്. അബൂദാവൂദ് രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു പള്ളി കയറി, കൂഫയിലെ ഒരു പള്ളി കയറി ഇരിക്കുന്നു. നിസ്കരിക്കാൻ കാത്തിരിക്കുമ്പോ ബാങ്ക് കൊടുത്തു. അപ്പോൾ തസ്ബീഹ് പറഞ്ഞു, ളുഹറിന്റെ നേരം. അപ്പോൾ ഫവസബ അവിടുന്ന് ഇങ്ങോട്ട് ചാടി ഇറങ്ങി, ഇറങ്ങി ഖാദിമീങ്ങളോട് പറഞ്ഞു, മിൻ മിൻ ഹാദൽ മസ്ജിദിൽ ഖബീസ്, ഈ വൃത്തികെട്ടവന്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. നമ്മൾ വളരെ ചിന്തിക്കണം. അപ്പോൾ സ്വഹാബത്തിന്റെ അവസാന കാലമാകുമ്പോഴത്തിന് ചിത്രം നാട്ടാൻ തുടങ്ങി. അപ്പോൾ അല്ലാഹു ഇതിൽ ഇടപെട്ടു. എന്തുകൊണ്ട്? വലാകിന്നല്ലാഹ ദൂ ഫളലിൻ അലൽ ആലമീൻ. താബിഈങ്ങൾ താബിഈങ്ങളെ കാലമായപ്പോഴത്തിന് ഫിഖ്ഹിൽ ഇനി ഒരാൾക്കും ഒന്നും കടത്തിക്കൂട്ടാൻ കഴിയാത്ത വിധത്തിൽ അത് സുഭദ്രമായി. അവരെ പറ്റി മുത്തുനബി നേരത്തെ പറയുകയും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്ത് അൻ-നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അതാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ. ഇതാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അതോടുകൂടെ മുസ്ലിം ലോകം ഏകോപിച്ചു. ഇവരാണ് ഇമാമിങ്ങൾ. വിവരമുള്ളവരൊക്കെ വന്നൂടെ, ഒക്കെ വരാം. പക്ഷെ ഇവരെ അടിത്തറന്ന് പുറത്തു പോകാൻ പാടില്ല. അടിത്തറ ഇവർ വത്തിലാക്കി. ഇനി പുറത്തേക്ക് പോയാലോ നാലിലും മുകളിലുമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്ന് ലോകം അംഗീകരിച്ചു. വളരെ ചിന്തിക്കണം. 4 മദ്ഹബിന്റെ ഉസൂലിൽ മുസ്ലിം ലോകത്തെ നിലനിർത്തിയാരെ ഇമാമിങ്ങൾ. ആരാണ് അതിൽ ഇടപെട്ടത്? റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ഇടപെടലുകൾ വന്നു. വളരെ ചിന്തിക്കണം. അതേ സമയത്ത് അഖീദയിൽ വലിയ മുഅ്തസിലിയാക്കൾ രംഗപ്രവേശം വന്നു. മുഅ്തസിലികളും റാഫിളികളും രംഗത്ത് വന്നു. നൂതനമായ ചിന്താധാരകൾ അഖീദയിൽ കൊണ്ടുവരാൻ നോക്കി. അല്ലാഹുവിന്റെ ദാത്തിനെയും സിഫാത്തിനെയും പറ്റിയുള്ള വളരെ അപകടകരമായ ചില ചർച്ചകളിലേക്ക് ചിലർ കൊണ്ടുപോയി. ചിലരാകട്ടെ ഖുർആനെ മഖ്ലൂഖ് എന്ന് വാദിക്കുകയും ചെയ്തു. അവിടെ അഖീദ ക്രോഡീകരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഇമാമിങ്ങൾക്ക് തൗഫീഖ് നൽകി. അതാണ് അബുൽ ഹസൻ അൽ അശ്അരി തങ്ങളും ഇമാം മാതുരീദി തങ്ങളും റളിയല്ലാഹു അൻഹു. അതോടുകൂടെ മുസ്ലിം ലോകം അതിലങ്ങോട്ട് അടിമപ്പെട്ടു. മുസ്ലിം ലോകം അതിൽ ഒതുങ്ങി. അഖീദയുടെ മൊത്തം ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചതും സ്വഹാബത്ത് നിലനിർത്തിയതുമായ ഈമാൻ അതൊരു അടിത്തറയാണ്. ഒക്കെ അടിത്തറയാണ്. എല്ലാത്തിന്റെയും അടിത്തറ പറഞ്ഞിട്ടുണ്ട്. പിൻഗാമികളോട് പോലും ഖുർആൻ പറഞ്ഞത് വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്. പിൻഗാമികളോട് പറഞ്ഞത് മുൻഗാമികളെ ഈമാനെ നിങ്ങൾ മാനദണ്ഡമാക്കണം എന്നാണ്. ഇവിടെ അന്നാസ് എന്ന വാക്കിന് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന അർത്ഥം അൽ
الأوائل من أصحاب رسول الله സ്വഹാബത്തിന്റെ അൽ അവ്വലൂന മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാനദണ്ഡമാക്കാൻ കൽപ്പിച്ചു. അതിനെ ഇവർ ക്രോഡീകരിച്ചു. അത് ഭദ്രമായി ഇനി അതിലേക്ക് ഒരു നുള്ള് കയറ്റിക്കൂട്ടാൻ ഒരാൾക്കും അധികാരമില്ല. അതേ സന്ദർഭത്തിൽ ജനങ്ങൾ അവർക്ക് പിൽക്കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ യുദ്ധങ്ങൾ ഉണ്ടായി, വലിയ ഗനീമത്ത് കിട്ടി, വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടായി. നേട്ടങ്ങൾ ഉണ്ടായപ്പോഴോ അള്ളാഹുവിന്റെ ഇടപെടലാണ്. നിങ്ങൾ നല്ല പോലെ തല കൊടുത്ത് ചിന്തിക്കണം. അള്ളാഹുവിന്റെ ഇടപെടലാണ്. ഇതേ സമയത്ത് മുസ്ലിമീങ്ങളിൽ ഭൗതികമായ നിഅമത്ത് അധികരിച്ചു. ഖുർആനും ഹദീസും ആളുകൾക്ക് കയ്യിൽ ഉണ്ട്. ഫിഖ്ഹിനെ ക്രോഡീകരിച്ച് കിട്ടി, അഖീദയും ശരിപ്പെടുത്തി. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. എന്ത്? ദുനിയാവ് അധികരിച്ചു. ദുനിയാവ് അധികരിച്ചപ്പോൾ ജനങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ ഓടി. ما أخشى عليكم الفقر ولكني أخشى أن تبسط عليكم الدنيا. ദാരിദ്ര്യത്തെയല്ല എനിക്ക് പേടി, സൗകര്യങ്ങൾ തുറന്നു കിട്ടുന്നതിന് ഞാൻ പേടിക്കുന്നു എന്ന് പുണ്യ റസൂൽ. അപ്പോൾ എന്താ വിഷയമുണ്ടായത്? അഖീദ ആളുകൾക്ക് ഭംഗിയായി മനസ്സിലായി, ഫിഖ്ഹും മനസ്സിലായി. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? വലിയ വിപ്ലവങ്ങൾ നടന്നു. അലക്സാണ്ട്രിയ മുതൽ സൈപ്രസ് വരെ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കി. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തെക്കാൾ വളർന്നു സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ, അതിനേക്കാൾ വളർന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ, അതിനേക്കാൾ വളർന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ. ഖുർആൻ ക്രോഡീകരിക്കുന്നത് സെൻട്രൽ ഏഷ്യയിൽ ഒരു സംഘം ആളുകൾ ഓതിയ ഓത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. സെൻട്രൽ ഏഷ്യ എന്ന് പറഞ്ഞാൽ യൂറോപ്പിനോട് തൊട്ടുകിടക്കുന്ന പ്രദേശം ആസർബൈജാൻ. അപ്പോഴാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖുർആൻ ക്രോഡീകരണം അത് റസ്മുൽ ഉസ്മാനിയൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. വലിയ വിപ്ലവങ്ങൾ ഉണ്ടായി. വലിയ ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു. കിഴക്കും പടിഞ്ഞാറും, ഒരു ഭാഗത്ത് മംഗോളിയ, ഒരു ഭാഗത്ത് സ്പെയിൻ, ഒരു ഭാഗത്ത് ഗുജറാത്ത് വരെ വന്നു ഇസ്ലാമിക ഭരണത്തിൽ. ഈ ഗുജറാത്ത് സിന്ധ് വന്നു, ഇന്നത്തെ അഫ്ഗാൻ, ഇന്നത്തെ പാകിസ്ഥാൻ, ഇന്ത്യയിൽ ഗുജറാത്ത് അടക്കം വന്നു. അബ്ബാസി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അങ്ങോട്ട് വളർന്നു, പിന്നെയും മടങ്ങി. അപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ടായി, പണം അധികരിച്ചു. അപ്പോൾ ജനങ്ങൾ ദുനിയാവിന്റെ അടിമകളായി. ആദ്യ കാലഘട്ടക്കാർക്കുണ്ടായിരുന്ന പടച്ചവനെ പേടിയും സുഹൃത്തും ഇല്ലാതെയായി. അപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ജീവിത രീതിയെ പഠിപ്പിച്ച് പ്രാവർത്തികമാക്കലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഹക്കായ ത്വരീഖത്തുകൾ ലോകത്തുണ്ടായിട്ടുള്ളത്. മഹാനായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവർ പുതിയതൊന്നും ചെയ്തിട്ടില്ല. ആ പഴയതിൽ ജനങ്ങളെ അങ്ങോട്ട് മെരുക്കി. വളരെ ചിന്തിക്കണം. ഫിഖ് ഒരു പുതിയതുണ്ടാക്കിയോ ഇല്ല. പുതിയതെന്തെങ്കിലും ഉണ്ടാക്കിയോ? ഒന്നും ഉണ്ടാക്കിയില്ല. പഴയതിൽ ജനങ്ങളെ ഒതുക്കിയിട്ട് എന്ത് ചെയ്തു? എങ്ങനെയാണ് ഇസ്ലാമികമായ ജീവിതം, എങ്ങനെയാണ് ആഖിറത്തെ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ഇടപെട്ട് പരിചയപ്പെടുത്തി. ഇല്ലെങ്കിൽ അതേ ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഭൗതികവാദികളായി അതപ്പതിച്ചു പോകുമായിരുന്നു. അതിൽ ചില ഇടപെടലുകൾ നടത്തി. അള്ളാന്റെ ഇടപെടലാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. രണ്ടാമതായി ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ അരിഫായി വർക്കപ്പറ റളിയല്ലാഹു അൻഹു, അഹ്മദുൽ ബദവി, ഇബ്രാഹിം ദസൂഖി, അബുൽ ഹസൻ ഷാദുലി, ഇങ്ങനെ ഒരുപാട് ആളുകൾ അടുത്തടുത്ത് വന്നു. പല പ്രദേശങ്ങളിലും ചിലർ മിസ്റിൽ വന്നു, ചിലർ ഇറാഖിൽ വന്നു, ചിലർ യമനിൽ വന്നു, ചിലർ ഒമാനിൽ വന്നു. പലതും ത്വരീഖത്തുകൾക്ക് തന്നെ, ഹക്കായ ത്വരീഖത്തുകൾക്ക് ശാഖകൾ വന്നു. അവർ പ്രദേശങ്ങളിൽ വിന്യസിച്ച് ജനങ്ങൾക്ക് ഇസ്ലാമികമായ തർബിയത്ത് നൽകി. ബഹുമാനപ്പെട്ട മഹാന്മാരായ തസവ്വുഫിന്റെ ഇമാമിങ്ങൾ. അത് അല്ലാഹുവിന്റെ ഇടപെടലാണ്. എന്തുകൊണ്ട്? വലാകിന്നല്ലാഹ ذو
ആലമീൻ. അല്ലാഹു വലിയ ഔദാര്യമുള്ളവനാണ് തന്റെ അടിമകളോട്. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകിയ ഒരു നാടാണ് കേരളം. കേരളത്തെക്കുറിച്ച് ചെറിയ ഒരു സൂചന ഖുർആനിലുണ്ട്. ഖുർആനിൽ കേരളത്തെ സൂചിപ്പിക്കുന്ന സൂറത്ത് ഖുർആനിലെ അവസാന സമ്പൂർണ്ണ അധ്യായമാണ്. അതുകൊണ്ട് ഇവിടെ അള്ളാഹു ഇടപെടുമെന്ന കാര്യം ഉറപ്പാണ്. നല്ലപോലെ നിങ്ങൾ ചിന്തിക്കണം. കേരളത്തിനെ കുറിച്ച് സൂചനയുള്ള ഒരു സൂറത്തുണ്ട് ഖുർആനിൽ, അത് സൂറത്തുൻ നസ്റാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ. കേരളത്തെക്കുറിച്ച് സൂചന അത്രേ ഉണ്ടാകൂ, അത്ര തന്നെ ഉണ്ടായാൽ മതി. എന്തുകൊണ്ട്? 6000 ചില്ലാനം വരികൾക്ക് ലോകത്തെ സമുദ്രങ്ങൾ മുഴുവനും മഷിയാക്കി, മരം മുഴുവനും പേനയാക്കി എഴുതിയാലും തീരാത്ത അത്ര ഉണ്ടാകുമ്പോൾ ഇത്ര സൂചന ഉണ്ടായതന്നെ വലിയതാ. അങ്ങനെ ഉണ്ടാകൂ, അങ്ങനെ ഉണ്ടാകൂ, അങ്ങനെ ഉണ്ടാകൂ. ചിന്തിക്കുക. ചെറിയ ഒരു സൂചനയുണ്ട്, അത് ധാരാളം മതി. അത് കേരളത്തിന് മതി. എമ്പാടും കേരളം അള്ളാഹുവിന്റെ തൗഫീഖുള്ള മണ്ണാണ്. അള്ളാഹു ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. അവസാനമായി ഇറങ്ങിയ പൂർണ്ണാധ്യായം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ഈ ആയത്തിറങ്ങിയപ്പോൾ പൊട്ടിക്കരഞ്ഞു കുഞ്ഞുമോൻ സയ്യിദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. പൊട്ടിക്കരഞ്ഞു കുഞ്ഞുമോൻ, പൊട്ടിക്കരഞ്ഞു. എന്തിനാ മോനെ കരയുന്നത്? ഇസ്ലാം വളരുന്നല്ലേ പറഞ്ഞ്, കുഞ്ഞുമോൻ എന്തേ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ഇത് തൗജിയാണ്, ഇതൊരു അനുശോചനം പറഞ്ഞതാണ്. ഇത് മുത്തുനബി ഒരു ജനതയെ ഏൽപ്പിച്ച് ഇതാ തിരിച്ചു പോകും എന്നതിന്റെ സൂചനയാണ്. ഖുർആനിൽ ഓരോ അന്നാസിനും ഓരോ അർത്ഥം, അല്ലെങ്കിൽ ഒരു പദം തന്നെ ആ പദത്തിന് പല സ്ഥലത്ത് പല അർത്ഥമാണ്. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമന അന്നാസ്. ആ അന്നാസിന്റെ അർത്ഥം അബൂബക്കരീൻ, ഉമറു, ഉസ്മാൻ, وعلي وطلحة والزبير وسعد وسعيد وأبو عبيدة عبد الرحمن بن عوف പിന്നെ ബഖിയത്തുൽ ബദ്രിയീൻ ഉൽഹുദിയീൻ വരൊക്കെയാണ് പറഞ്ഞത്. വളരെ ചിന്തിക്കണം. അവിടെ അന്നാസിന്റെ അർത്ഥം അങ്ങനെയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ്. അവിടുത്തെ അന്നാസ് വേറെയാണ്. ഒരു അന്നാസ് കൊണ്ടാണ് ഇത് അവസാനിപ്പിച്ചത്. അത് കണ്ടാ കുളിക്കണ്ടേ? ആദ്യം അന്നാസ മിനൽ ജിന്നത്തി വന്നാസ്. അത് ചീത്തമാരായ അന്നാസ. എല്ലാ അന്നാസും ഒരർത്ഥത്തിലല്ല. എല്ലാ അന്നാസും ഒരർത്ഥത്തിലാണെന്ന് വിചാരിച്ചത് പരിഭാഷക്കാരാണ്. അതുകൊണ്ടാണ് പരിഭാഷക്കാർ വേണ്ടാന്ന് ശംസുല്ലമ പറയാൻ അടിസ്ഥാന കാരണം. അവർക്കൊക്കെ അന്നാസ് ജനമാണ്. എല്ലാ അന്നാസും ജനമല്ല. ഷെയ്ത്താനെയും അന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും ഓരോ അർത്ഥമാണ്. സൂറത്തുൻ നസ്ർ ഖുർആനിലെ അവസാനത്തെ സമ്പൂർണ്ണ അധ്യായമാണ്. പിന്നെ സമ്പൂർണ്ണ അധ്യായം ഇറങ്ങിയിട്ടില്ല. കൊച്ചു കൊച്ചു ആയത്താണ് ഇറങ്ങിയത്. അവസാനത്തെ സമ്പൂർണ്ണ അധ്യായം ഇദാ ജാഅ നസ്റുല്ലാഹ്. ഈ ആയത്തിറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട അസ്ഹാബ് റസൂലില്ലാഹി തങ്ങള് മുത്തുനബിയോട് ചോദിച്ചു, മനിന്നാസു ഫീ സൂറത്തിൻ നസ്രി അൽ മദ്കൂർ ഫീ സൂറത്തിൻ നസ്ർ. നബി അന്നാസ് വറഅയ്തൻ നാസ് എന്നൊരു അന്നാസിനെ പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തുൻ നസ്റിൽ. അവരാരാ? അതാരാണ് നബി? അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഹുമ്മഹുൽ യമനി അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയാ. അത് യമനികളാണ്. അവർ ലോകത്തെ വണിക്കുകളാണ്. അവർ ലോകത്തെ കച്ചവടക്കാരാണ്. കച്ചവടക്കാർക്കൊരു സ്വഭാവമുണ്ട്. എന്താ കച്ചവടക്കാരുടെ സ്വഭാവം? കച്ചവടക്കാർ യാത്രക്കാരാണ്. യാത്രക്കാർ സംസ്കാരത്തെ എത്തിക്കാൻ മടിയില്ലാത്തവരാണ്. അവർ വഴി ലോകത്ത് സംസ്കാരം പരക്കും. മഹിതമായ സംസ്കാരം ഇസ്ലാം, മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിന്നുള്ള ഈ ദീന് വണിക്കുകളാണ്. യമനികൾ വണിക്കുകളാണ്.
അവർ വാണിജ്യവുമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നജ്ജാശി യമൻ പിടിച്ചത്. ആ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് അബ്രഹത്തെ കഅബാലയം പൊളിക്കാൻ വന്നത്. അബ്രഹത്ത് ലഅനത്തുല്ലാഹി അലൈഹി അവർ കച്ചവടക്കാരാ. യമനികൾ എന്ന് കച്ചവടക്കാരാ. ഇന്നും ലോകത്തെ പ്രധാനപ്പെട്ട കച്ചവടക്കാർ, ഇന്നും ലോകത്തെ പ്രധാനപ്പെട്ട കച്ചവടക്കാർ യമനികളാണ്. ബലബീദ്, ബാക്ഷന്, ബഫല്, ബബക്കർ, ഇതൊക്കെ റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ട, ഇതൊക്കെ ഗൾഫിലെ കച്ചവടക്കാരാണ്. റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് നമ്മൾ ജിദ്ദയിലാണ് പോയാൽ ബാക്ഷന്റെ ഗോഡൗൺ കാണാം, ബാഫലിന്റെ കാണാം, ബാലത്തീഫിന്റെ കാണാം, ബാബക്കറിന്റെ കാണാം, വലിയ വലിയ ഗോഡൗണുകൾ. ഇതൊക്കെ യമനികളാണ്. ലോകത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരാണ് യമനികൾ. കച്ചവടക്കാർക്കൊരു സ്വഭാവമുണ്ട്. പൂമ്പൊടി പരാഗണം നടത്താൻ വേണ്ടി പൂമ്പൊടിയിൽ നിന്ന് ഒരു പൂമ്പൊടി അത് അതിന്റെ സ്ത്രൈണാവയവത്തിൽ എത്തിക്കുന്നതിന് അല്ലാഹു തആല നിയോഗിച്ചത് വണ്ടിനെയാണ്. വണ്ട് യാത്രക്കാരനാണ്. പൂവ് യാത്ര ചെയ്യൂല, പക്ഷെ ഈ പൂവിലുള്ളത് ആ പൂവിലെത്തിക്കാൻ വണ്ടിന് കഴിയും. വണ്ട് യാത്രക്കാരനാണ്. അങ്ങനെയാ. വണ്ട് ഓട്ടക്കാരനാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. വണ്ടിന് ദൂരെ നിന്ന് വേഗം കിട്ടും. വണ്ട് ഓടും. യാത്രക്കാരൻ. ചിന്തിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമായ ദഅവത്തിന് ഇജാസത്ത് കൊടുത്ത വിഭാഗമാണ് യമനികൾ. യമനികളോട് വലിയ ബഹുമാനമായിരുന്നു മുത്തുനബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യമൻ ഇസ്ലാം അല്ലാത്ത കാലത്ത് പോലും യമന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒന്നും കൂടെ പറ, യമനികൾ ഇസ്ലാമാകുന്നത് ഹിജ്റ 9 എന്നാണ്. ആമുൽ വുഫൂദ് എന്ന വർഷം, ആ വർഷത്തിന് ആമുൽ വുഫൂദ് എന്ന് പേരിടാൻ കാരണം യമനികൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി കൂട്ടം കൂട്ടമായി ഹദ്റത്തുൽ മുസ്തഫ. ഈ നാടിനോട് ഏറ്റവും ബന്ധമുള്ള നാടാണ് കേരളം. അൽ-ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ. യഥാർത്ഥ ഈമാൻ യമനികളുടെ ഈമാനാണ്. യഥാർത്ഥ ഫിഖ് യമനികളുടെ ഫിഖാണ്. യഥാർത്ഥ തത്വജ്ഞാനം യമനികൾ വഴി പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. യമനികൾ അങ്ങനെ തന്നെ ദീൻ പഠിപ്പിച്ച നാടാണ് കേരളം. കേരളം അള്ളാഹുവിന്റെ ഒരു തൗഫീഖുള്ള നാടാണ്. ഒരു നിലക്ക് കേരളത്തിന്റെ അളം കേരളം എന്നല്ല, ഖൈറുള്ള എന്ന വാക്കിൽ ലോപിച്ച് കേരളമായതാണ്. മുസ്തഖ്മിൻ ഖൈറുള്ള എന്ന വാക്കിൽ നിന്ന് ലോപിച്ച് കേരളമായതാണ് കേരളം. പിന്നീട് ഇംഗ്ലീഷുകാർ വന്നപ്പോൾ അവർ ഇതിനെ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞു. അത് അറബികൾ പറഞ്ഞ ഖൈറുള്ള എന്ന വാക്കിനെ അവർ ഇംഗ്ലീഷ് വൽക്കരിച്ചതാണ്. ചിന്തിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകിയ മണ്ണാണിത്. യമനികളാണ് ഇവിടെ ദീനെത്തിച്ചത്. യമനിലൂടെ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ ഏകദേശം ഓരോ സാഹചര്യങ്ങളിലും ഇവിടെ വന്നിട്ടുണ്ട്. യമനി സാദാത്യങ്ങളുടെ വഴി മദീന, ബസറ, യമൻ. യമനിൽ നിന്ന് ആണ് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും സാദാത്യങ്ങൾ പ്രവഹിച്ചിട്ടുള്ളത്. ആ സാദാത്യങ്ങളിൽ ഏകദേശ കബീലകളെല്ലാം ഹുസൈനി കബീല 99%, ഹസനി കബീല കേരളത്തിൽ ഇല്ലാന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഒരിടത്ത് ഞാൻ അങ്ങനെ പ്രസംഗിക്കുകയും ചെയ്തു. ചില ലേഖകന്മാർ എഴുതിയതായി ഞാൻ കണ്ടു. ഹസനി കബീല കേരളത്തിൽ ഇല്ലാന്ന് കണ്ടു. അങ്ങനെ ഞാൻ 1-2 സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ചില സയ്യിദുമാർ അവരുടെ കബീലയുടെ സിൽസിലയും കൊണ്ട് എന്റെ അടുത്ത് വന്ന് അവർ ഹസനി കബീലയാണെന്ന് ബോധ്യപ്പെടുത്തി. അപ്പോൾ ഇവിടെ ഹസനിയുമുണ്ട്, ഇവിടെ ഹുസൈനിയുമുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. ഹസനിയുണ്ട്, ഇവിടെ ഹുസൈനിയുമുണ്ട്. ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെല്ലാം ഇവിടെ വന്നു. ഫിഖിന്റെ കാര്യം പറയുകയും വേണ്ട. ശാഫിഈ ഫിഖ് ലോകത്ത് പ്രചാരത്തിലുള്ള 2 പ്രദേശം, ഒന്ന് മിസ്ർ, ഒന്ന് യമൻ, പിന്നെ അത് നേരിട്ട് പറഞ്ഞാൽ കേരളം. കേരളത്തിൽ തന്നെ നിങ്ങൾ ചിന്തിക്കണം, കേരളത്തിലെ ചില പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ ഹനഫി ഫിഖ് ഉണ്ട്. അത് കേരളത്തിൻ്റെതല്ല, അത് തമിഴ്നാടിൻ്റെത്. ഇങ്ങോട്ട് ഇറങ്ങിയതാ. പാലക്കാട്, കൊല്ലം, ഇങ്ങനെ കൊല്ലംകോട്, ഇങ്ങനെ ഇവിടെയൊക്കെ ഉള്ള ചില ഹൈ റേഞ്ച് ചില ഭാഗങ്ങളിലെല്ലാം ഹനഫി ഫിഖ് കാണാം, ഹനഫി മുസല്ല കാണാം. അത് കേരളത്തിൻ്റെതല്ല, തമിഴ്നാട്ടിൻ്റെത് ഇറങ്ങിയതാണ്. കേരളത്തിന്റെ ഫിഖ് ഏതാ? ശാഫിഈ. കേരളത്തിന്റെ രീതി ഏതാ?
യമനിലെയും മിസ്റിലെയും രീതി. ഇവിടെ എല്ലാ കാര്യത്തിനും നഫീസത്തുമാല ചൊല്ലും. നഫീസത്തുമാല മഹതിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ മുത്ത് മുഹമ്മദ് മുസ്തഫ മിസ്റിലേക്ക് നിയോഗിച്ചതാണ്. അവർ മിസ്റിൽ വന്നു, കുടികെട്ടി പാർത്തു. ഇടക്കിടക്ക് റസൂലുള്ളാഹിനെ സ്വപ്നം കാണും. അവിടെ തന്നെ നിന്ന മോളെ എന്ന് റസൂലുള്ള കൽപ്പിക്കും. ഒരിക്കൽ സിയാറത്തിന് പോകാൻ ഒരുങ്ങിയപ്പോൾ ഈ മിസ്രികൾ തടഞ്ഞു. ആ രാത്രിയും മുസ്തഫ റസൂലുള്ള സ്വപ്നത്തിൽ വന്നു, നിനക്ക് ആവശ്യമുള്ളവർ ഞാൻ ഇങ്ങോട്ട് വരും, നീ അങ്ങോട്ട് വരണ്ട, ഇവിടെ തന്നെ കൂട് എന്ന് മിസ്രിൽ വന്ന് പാർത്ത അസ്ലും മദീനക്കാരിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയോട് മുസ്തഫ നബി ചിന്തിക്കി. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ മഖ്ബറയിൽ നിന്ന് വളരെ അകലെയാണ് മഹാനായ ഇമാം ശാഫിഈ. ഇതെല്ലാം ഒരു കാലക്കാരും അവരുടെ രണ്ടും അങ്ങനെ തന്നെ കേരളത്തിൽ കാണാം. അതാര് കൊണ്ടുവന്നു? യമനികൾ. അതങ്ങനെ തന്നെ സ്വീകരിച്ചവരാണ് യമനികൾ. യമനിൽ പ്രചാരമുള്ള രീതികൾ ഇവിടെയുണ്ട്. നിസ്കാരം കഴിഞ്ഞാല് ഹജ്ജാത്ത് ചെല്ലാനിരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി യമനിൽ കാണാം, മിസ്രിൽ പലയിടത്തും കാണാം, കേരളത്തിലും കാണാം. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ ഇവിടെ ചില അടിത്തറ സൂചിപ്പിച്ചതാണ്. കേരളം അള്ളാഹു ഇടപെടുന്ന ഒരു നാടാണ്. കാരണം ഇവിടെ അള്ളാഹു തൗഫീഖ് നൽകിയ ഒരു മണ്ണാണ്. ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഇവിടെ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, 500 കൊല്ലം മുമ്പ് വിജ്ഞാനത്തിന് ചെറിയ ഒരു കമ്മി വന്നു കേരളത്തിൽ. നവോത്ഥാന പുരുഷന്മാർ മറ്റു പല മതങ്ങളിലും ആ കാലഘട്ടത്തിൽ കയറി വരികയും ചെയ്തു. ആ സന്ദർഭത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് ഒരു ചെറിയ ഒരു തണുപ്പ്, ഒരു ചെറിയ ഒരു തരം മന്ദഗതി മുസ്ലിമീങ്ങളെ ബാധിച്ചു. അപ്പോഴാണ് മഖ്ദൂമിങ്ങൾ രംഗത്ത് വരുന്നത്. 500 കൊല്ലം മുമ്പ് മഖ്ദൂമുൽ കബീർ അൽ മഅ്ബരി റളിയല്ലാഹുവിനെ പോലെയുള്ള അവരാസലം, അതും അറബ് നാടാണ്. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ശുദ്ധമായ ദീൻ നിലനിർത്തി ഇവിടെ സ്വഹാബത്ത് വന്നു. ഒരുപാട് സ്വഹാബികൾ ഇവിടെ വഫാത്തായി കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട തമീമുദ്ദാരി അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഇവിടെ കിടക്കുന്നുണ്ട്. കോഴിക്കോട്ട് അങ്ങാടിയിൽ പോലും സ്വഹാബികൾ മരിച്ചു കിടക്കുന്നതായി ചരിത്രത്തിൽ പലരും പറയുന്നുണ്ട്. കൊടുങ്ങല്ലൂർ സ്വഹാബികൾ വഫാത്തായി കിടക്കുന്നുണ്ട്. ഉൽപ്പതിഷ്ണുവായ CN അഹമ്മദ് മൗലവി പോലും ഇരുത്തിക്കടുത്ത് ഇരിക്കൂറും നിലാമുറ്റത്ത് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് വഫാത്തായി കിടക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാര് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട സ്വഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിച്ച ശുദ്ധമായ ഒരു അവസ്ഥയുണ്ട്. മുഅ്മിനീങ്ങളോട് വല്ലാത്തൊരു ബഹുമാനം. അന്യ സമുദായക്കാർക്ക് തന്നെ ഇവർ മാപ്പിളാന്ന് പേരിട്ടു. മുസ്ലിമീങ്ങളുടെ മഹത്വം കാരണം മാപ്പിളാന്ന് പേരിട്ടു. ഏകദേശം പള്ളികൾക്കുള്ള സ്ഥലങ്ങളെല്ലാം ഹിന്ദുക്കൾ കൊടുത്തു. പാറപ്പള്ളി അടക്കം ഹിന്ദുക്കൾ ദാനമായി നൽകിയത്. പെരിങ്ങത്തൂർ അലിയുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വലിയ ഒരു ദൂരമുള്ള മുസ്ലിമീങ്ങളെ താമസിക്കാനുള്ള ഏരിയ അക്കാലത്ത് ഹിന്ദുക്കൾ നൽകിയതാണ്. അപ്പുറത്ത് ഉമർ സമർക്കണ്ടിയുണ്ട് അതിഞ്ഞാലിൽ. അപ്പുറത്ത് ബഹുമാനപ്പെട്ട മഹാനായ മാലിക്കുദ്ദീനാറുണ്ട്. ഇവിടെയാകട്ടെ ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂരിലുണ്ട്. അങ്ങനെ ധാരാളം സ്വഹാബികളും താബിഈങ്ങളും തബഉ താബിഈങ്ങളും എല്ലാം ഈ അറബിക്കടൽ തീരത്തെ ഔത്താദികൾ പോലെ എല്ലാം സംരക്ഷിക്കുന്ന ആണികളെ പോലെ ഈ ഭാഗങ്ങളിൽ കിടക്കുന്നുണ്ട്. അല്ലാഹു അത് കേരളത്തിന് വന്ന ഒരു തൗഫീഖാണ്. ഈ തൗഫീഖിൽ ചെറിയ ഒരു കല്ലുകടി ഉണ്ടായത് 1921 ശേഷമാണ്. അതിന് കാരണം 21 ചില പ്രശ്നങ്ങളുണ്ടായി. കേരള ചരിത്രം കണ്ടതിൽ ഏറ്റവും ഗൗരവപരമായ വിഷയവും ആ ഒരു സന്ദർഭത്തിലാണ് ഉണ്ടായത്. ലഹളയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനർത്ഥ മുസ്ലിമീങ്ങൾക്കുണ്ടായി. ചിന്തിക്കും, മുസ്ലിമീങ്ങൾ വലിയ ഇരുത്തഴിയിലേക്ക് എറിയപ്പെട്ടു. പലജാതി പ്രയാസങ്ങളും ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് 1924-25 കാലഘട്ടങ്ങളിൽ ഐക്യസംഘം ഉണ്ടാക്കിയിട്ട് വഹാബികൾ അവർ ദീനിന്റെ അടിസ്ഥാനപരമായി വഹാബികൾ സാമ്രാജ്യത്വത്തിന്റെ
പ്രചാരകരാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു സാമ്രാജ്യത്തിന്റെ പ്രചാരകൻ ആയിരുന്നു. അയാൾക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തിരുന്നത് ബ്രിട്ടൻ അടക്കമുള്ള സാമ്രാജ്യത്തെ താല്പര്യക്കാരായിരുന്നു. അവരുടെയൊക്കെ താല്പര്യം കൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഖിലാഫത്തായ തുർക്കി ഖിലാഫത്ത് നഷ്ടപ്പെട്ടു പോയത്. ഞാൻ അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. അതോടനുബന്ധിച്ച് മുസ്ലിം സമുദായത്തെ കേരളീയ മുസ്ലിമീങ്ങളെ വിശ്വാസപരമായും കർമ്മപരമായും ഇല്ലാതാക്കാനുള്ള ശക്തമായ ചില ശ്രമങ്ങൾ വഹാബി ചിന്താധാരകൾ കടന്നു വന്നു. കടത്തിക്കുട്ടി കേരളീയ മുസ്ലിമീങ്ങളെ ശിഥിലീകരണത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് മഹാനായ വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള മഹാന്മാർ അടക്കം അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹുവിന്റെ ഫിർദൗസിന്റെ വാതിൽ അല്ലാഹു അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. മനസ്സ് തുറന്ന് ആമീൻ പറ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വളരെ ചിന്തിക്കണം. അവരുടെ രംഗപ്രവേശം അതതിന്റെ തുടക്ക കാലഘട്ടമാണ്. അത് ആ കാലഘട്ടത്തോട് അനുബന്ധിച്ച് ഇവിടെ ചില കുഴപ്പങ്ങളുണ്ടായി. ആ കുഴപ്പങ്ങൾ പിന്നെ മൂർച്ഛിച്ചു. പൊതുവെ നമ്മളെ പണ്ഡിതന്മാർ പാവത്താന്മാരാ, സാധുക്കളാണ്. പലതിലും ഇടപെടാൻ മടിക്കും. അത് പൊതുവെ പല കാര്യത്തിലും വിട്ടുനിൽക്കും. വേണ്ടാത്ത പല കാര്യങ്ങളും ചില ആളുകൾ കൊണ്ടുവന്നാൽ പെട്ടെന്ന് അതിൽ ഇടപെട്ട് മറുപടി പറയാൻ പല ആളുകളും മടിച്ചു പോകും. അങ്ങനെയുള്ള സാഹചര്യം ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ട്. അക്ബർ ദീനെ ഇലാഹി ഉണ്ടാക്കി. പല ആളുകളും മടിച്ചുപോയി എന്ത് മറുപടി പറയും? അപ്പോഴാണ് മുജദ്ദിദ് അൽ-ഫിസാനി അഹ്മദുൽ ഫാറൂഖ് സർഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി വന്ന് ബഹുമാനപ്പെട്ടവരെ യഥാർത്ഥ അഖീദയും ദീനും ഇന്ത്യ രാജ്യത്ത് പരിചയപ്പെടുത്തി അക്ബറിന്റെ ദീന ഇലാഹി തകർത്ത് തരിപ്പണമാക്കിയത്. 926 മുതൽ പിന്നെ കിടമത്സരങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ധാരാളം പണവും സൗകര്യവും അവർക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള തന്നെ പണം സ്വീകരിക്കുന്ന ചില ശൈലി ആ കാലഘട്ടത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തും വഹാബി ചിന്താധാരയുടെ ആളുകൾ നടപ്പിലാക്കിയതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് വളർന്നു, ശിഥിലീകരണമുണ്ടായി. പുതിയ പുതിയ ഭാഷ, നല്ല രീതി, നല്ല സാഹിത്യം, ഇങ്ങനെയൊക്കെ ഒന്ന് സാധുക്കളായ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ ഇടയിൽ നിന്ന് നമ്മുടെ കേരളത്തിന് അല്ലാഹു ദാനമായി നൽകിയത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. അല്ലാഹുവിന്റെ ഫിർദൗസിന്റെ വാതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കട്ടെ. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ കുറഞ്ഞ കാലേ ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര കരുത്തുള്ള ഒരാളായിരുന്നു. അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. പതി ബഹുമാനപ്പെട്ട പറവണ്ണ മുഹയ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ, ഇങ്ങനെ ധാരാളം ആളുകൾ ആ രംഗത്ത് നല്ല ഭാഷ മനോഹരമായ ചടുലമായ ശൈലിയിൽ പ്രസംഗിക്കുകയും സമൂഹത്തിന് നേരായ വഴിക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് പ്രത്യേകമായി തൗഫീഖ് കൊണ്ട് അങ്ങോട്ട് വളർത്തി ഏറ്റെടുത്തു. അതാണ് മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. ഈ കഴിഞ്ഞ 90 വർഷത്തെ ചരിത്രത്തിന്റെ ഉള്ളിൽ നമ്മൾ പരിചയപ്പെട്ട ആളുകളെ കൂട്ടത്തിൽ പല ആളുകളും വന്നു. പല പ്രഭാഷകരുമുണ്ടായി, എഴുത്തുകാരുണ്ടായി, പലരുമുണ്ടായി, ഉരുളക്കുപ്പേര് മറുപടി പറയുന്നവരുണ്ടായി. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ രംഗം ശക്തമായി തീരുകയും സുന്നത്ത് ജമാഅത്തിന് വളരെ ശക്തമായ ഒരു മുഖ്യനായി തീരുകയും വിദ്യാത്തിന്റെ അടിത്തറ പൊളിയുകയും ചെയ്തിട്ടുള്ളതിന്റെ അടിസ്ഥാനം മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. യാതൊരു സംശയവും വേണ്ട, അതിനൊരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, അവസാനമായി നടന്ന 983 നടന്നിട്ടുള്ള കൊട്ടപ്പുറം വാദപ്രതിവാദം രംഗത്ത് ആര് നിന്നു എന്നല്ല, പഠിപ്പിച്ചത് ആര് എന്നത് എല്ലാവർക്കും അറിയാം. 3 ദിവസം വാദപ്രതിവാദം നടന്നു. 3 ദിവസവും മൈക്കിന്റെ മുന്നിലുള്ള ആൾ ഒറ്റ ചോദ്യം ആവർത്തിച്ചു. അതങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്ന് ശംസുൽ ഉലമയുടെ കടുത്ത നിർദ്ദേശമായിരുന്നു. ശ്രോതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. എന്ത് പറഞ്ഞാലും ഷിർക്കിന്റെ താരീഫ് ചോദിക്കണം. എന്താണ് ഷിർക്ക്? ഷിർക്കിന്റെ താരീഫ് ബഹുമാനപ്പെട്ട മുൻഗാമികളായ സാലിഹീങ്ങൾ, ഇമാമിങ്ങൾ ഷിർക്ക്
ഖബറുകൾ സിയാറത്ത് ചെയ്താൽ ഷിർക്ക്, തവസ്സുൽ ഷിർക്ക്, എല്ലാം ഷിർക്ക്. ഒക്കെ ഐക്കല്ല് കിട്ടിയാൽ ഷിർക്ക്, ഒക്കെ ഷിർക്ക് എന്ന് പറയുമല്ലോ. ആയിക്കോട്ടെ, എന്ന ഷിർക്കിന്റെ താരീഫ് എന്ത്? ഷിർക്കിന്റെ നിർവചനം എന്ത്? ഇത് തന്നെ പറയണമെന്ന് വളരെ മൈക്കയുടെ മുന്നിൽ നിൽക്കാൻ പോയ ആളോട് തലേ ദിവസം മഹാനായ ശംസുൽ ഉലമയുടെ അടുത്ത് വന്ന് മനോഹരമായി അത് പഠിപ്പിച്ച് അതിന് ദൃക്സാക്ഷികളായ ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന് ശരിക്കാൻ കഴിയില്ല. അതിനെന്നെ പറഞ്ഞുള്ളൂ. അങ്ങനെ തന്നെയല്ലേ? അതെന്നെ പറഞ്ഞു. എന്താ ശിർക്കിന്റെ നിർവചനം? തന്നെ പറഞ്ഞു. ആ ചോദ്യം തന്നെ വന്നിട്ടുള്ളൂ. ആ ചോദ്യത്തിൽ ആ കുഴങ്ങിപ്പോയിരുന്നു. അതിനുശേഷം ഒരു വാദപ്രതിവാദം നടത്താൻ ആ വിഭാഗത്തിന് ഉൽപ്പതിഷ്ണു വഹാബി വിഭാഗത്തിന് ഇന്നും പരസ്യമായ വാദപ്രതിവാദത്തിന് അവർക്ക് മനസ്സുമില്ല, ധൈര്യമില്ല. എന്തുകൊണ്ട്? അടിത്തറ ഒളിഞ്ഞുപോയി. ഇനി അവർക്ക് നീട്ടിക്കാൻ കഴിയില്ല. ആരായിരുന്നു പിതാ? അതിന്റെ ആ അടിസ്ഥാനം നടത്തിയത് ശംസുൽ ഉലമ റഹിമഹുല്ലാ. അല്ലാതെ ചിന്തിക്കും എന്തുകൊണ്ട് ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ടു? മുസ്ലിം സമുദായത്തിന് മുഅ്മിനീങ്ങൾക്ക് ഒരു സമുന്നതമായ ഒരു തൂണ്, ഒരു പൊളിഞ്ഞു വീഴാത്ത തൂണായി ശംസുൽ ഉലമ നിലകൊണ്ടു. ഇനി ഞാനൊരു കാര്യം കൂട്ടത്തിൽ പറയട്ടെ. ഇവിടെ എത്ര ചിന്തകന്മാര് വന്നാലും എഴുത്തുകാര് വന്നാലും ശംസുൽ ഉലമ റഹിമഹുല്ലാ മഹാനവറുകൾ അടക്കമുള്ള ആളുകൾ തീരുമാനിച്ച ഒരു ഉസൂലുണ്ട് മുസ്ലിമീങ്ങൾക്ക്. അതിന്റെ പുറത്ത് പോകാൻ ആർക്കും പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സ് തുറക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി ഏതുപോലെ ശാഫിഈ, ഹനഫി, ഹംബലി, മാലികി ഇതിന്റെ ഉള്ളിലുള്ള ചിന്തകൾ ആകാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് ചിന്ത പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഡോക്ടറേറ്റ് വാങ്ങുന്നവരും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. സുന്നിയാകുമ്പോൾ ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളണം. ഇതിന്റെ പുറത്തേക്ക് പോകാൻ അധികാരമില്ല. എന്തുകൊണ്ട്? എല്ലാം അവർ കൃത്യമാക്കിയിട്ടുണ്ട്. അല്ലാഹു അവർക്ക് വലിയ തൗഫീഖ് നൽകി. അല്ലാഹു അവരെ വല്ലാതെ ആദരിച്ചു. ആ മനുഷ്യനെ പോലെ ആദരിച്ച ഒരാള് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ നമ്മൾ ഒരാളെ കാണില്ല. എന്തുകൊണ്ട്? ഒരു മനുഷ്യന്റെ മാത്രം അയാൾ ദിവസം ഒരു വട്ടം കത്ത് നിൽക്കലല്ല. അത് അള്ളയും അയാളും തമ്മിലുള്ള ബന്ധമാണ്. ആലിമിന്റെ ബാധ്യത അതൊന്നുമല്ല. ആലിമ രാവിലെ കണ്ടിരുന്നാൽ രാത്രിയാകുമ്പോഴത്തിന് ഹത്തം തീരുമെന്നോ, ആലിമ 24 മണിക്കൂർ സുന്നത്ത് നിസ്കരിക്കുമെന്നോ, ഇതൊക്കെ ആവുന്നതൊക്കെ നല്ല കാര്യം തന്നെ. ഇതൊന്നും ഇവിടെ വിരോധമല്ല. പക്ഷേ അതൊന്നുമല്ല ആലിമിന്റെ ബാധ്യത. ജനത്തിന്റെ ഈമാനെ ശരിയാക്കി കൊടുക്കലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മറ്റതൊക്കെ ഫുർവഴിയാത്താണ്. നിസ്കാരം അങ്ങനെ ഒരു കൂട്ടരെ മുസ്ലിം വിമർശിച്ചു. സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, ഇനി ഇവിടെ ഒരു കൂട്ടർ വരും, അവരെ നിസ്കാരം ചേർത്താല് നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല. അവര് നോമ്പെടുക്കും. അവരെ നോമ്പെണ്ടാൽ സ്വഹാബികളെ നിങ്ങൾക്ക് തോന്നും നിങ്ങളെ നോമ്പ് ഒന്നുമല്ല. പക്ഷേ ഉലൈക ശിറാറു ഉമ്മത്തി ഖാല റസൂലുള്ളാഹി. അടിത്തറ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടിത്തറയുടെ ഉള്ളിൽ ഇനി ചർച്ച നടത്താൻ ഒരു മുസ്ലിംക്കും അവകാശമില്ല. അടിത്തറ ഉറച്ചുപോയി. മുത്ത് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ നബിയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് തിരിഞ്ഞോനും തിരിയാത്തോനും വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇവരൊക്കെ തിരിഞ്ഞില്ല നോക്കുക. അയാൾക്ക് ഖുർആന്റെയും ഹദീസിന്റെയും അതില്ലത്തുകൊണ്ട് അവസാനത്തെ നബി ഹബീബായ നബിയാണെന്ന് അയാൾക്ക് തിരിയാൻ മാത്രമൊന്നും അയാൾ പഠിച്ചില്ല എന്ന് വെക്കുക. പഠിച്ച അയാൾ അറിഞ്ഞില്ല എന്ന് വെക്കുക. അത് പഠിക്കലല്ല വാജിബ്, വിശ്വസിക്കല വാജിബ്. എന്തുകൊണ്ട്? അതിനി ചർച്ചയില്ല. ഇനി അതിൽ ചർച്ച നടത്താൻ പാടില്ല എന്നതുപോലെയാ. ഞാനിവിടെ വളരെ കൃത്യമായി ഇത് പറയാൻ കാരണം, ഇന്നിപ്പോൾ ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് വാങ്ങുന്നവരും തീസിസ് എഴുതുന്നവരും പുതിയ ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അൽഹംദുലില്ലാഹ്. നല്ല കാര്യം, നല്ല പ്രഭാഷണം, നല്ല ലേഖനം, നല്ല എഴുത്ത്, നല്ല ഭാഷ ഒക്കെ. പക്ഷെ ഇവിടെ അസിലുണ്ട്,
ശംസുൽ ഉലമ അടക്കമുള്ള മഹാന്മാർ ഇവിടെ പറഞ്ഞതിന്റെ അപ്പുറത്ത് പറയാൻ ഒരാൾക്കും അവകാശമില്ല. ഓനെ സുന്നിയായിട്ട് കണക്കാക്കൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സൊക്കെ ആമീൻ പറയും. മനസ്സ് തുറന്നിട്ട് ആമീൻ പറയേ. മനസ്സ് തുറന്ന് ആമീൻ പറയും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവര് എല്ലാ കാര്യത്തിലും തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അവരാരാ? അവർ ഇന്നത്തെ ഹറാമും ഹലാലും ബോധമില്ലാത്ത ആളുകളല്ല. അവർ വല്ലാത്ത സൂക്ഷ്മശാലികളാണ്. പിന്നെ അവർ മുവഫഖീങ്ങളാണ്. ചിന്തിക്കുക. രാവിലെ അതിന് കാരണം എന്താ? കാരണം അവർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഒക്കെ എളുപ്പമായിരിക്കും. ശംസുൽ ഉലമയെ അള്ളാഹ് തെരഞ്ഞെടുത്തതാണ് കേരളത്തിലെ. വേറെ പലരുള്ളേ ഉണ്ട്, പക്ഷെ മാനദണ്ഡമല്ല. വേറെ ആലിമില്ലേ ഉണ്ട്, പക്ഷെ മാനദണ്ഡം ശംസുൽ ഉലമ 40 കൊല്ലത്തെ സെക്രട്ടറിയാണ്. 40 കൊല്ലം ഈ സമുദായത്തിന്റെ അമരക്കാരനാ ശംസുൽ ഉലമ. 40 എന്നതൊരു നിസ്സാരപ്പെട്ടതല്ല. 40 എന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങുന്ന സമയത്തെ വയസ്സാണ്. സയ്യിദുനാ ആദം. 40 എന്നത് ആദം നബിയുടെ മക്കളായതാണ്. 40 എന്നത് അമ്പിയാക്കൾക്ക് നുബുവത്ത് കിട്ടിയ പ്രായമാണ്. 40 എന്നത് 40 മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ വലിയുണ്ടാവും. ജുമാക്ക് 40 ആൾ വേണം. 40 നിസ്സാര 40. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഇറങ്ങി വരും. എത്ര കാലം ഭരണം നടത്തും? 40 കൊല്ലം. മഹ്ദി ഇമാം പ്രത്യക്ഷപ്പെടും. മഹ്ദി ഇമാമിന്റെ വയസ്സെത്ര? 40. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭരണം നടത്തും 40 കൊല്ലം. ദജ്ജാൽ ഇവിടെ പ്രത്യക്ഷപ്പെടും. കുഴപ്പമുണ്ടാക്കും. എത്ര? 40 യൗമൻ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. 40. അവിടെ 40 വലിയ സംഭവമാണ്. 40 സംഭവമാണ്, 4 സംഭവമാണ്. മുഹമ്മദ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള അദദ് 4. അതുകൊണ്ടാണ് നാരിയത്ത് സ്വലാത്ത് 4നെ 4 ആക്കിയത്. 4ന്റെ അഷറാത്താണ് 40. 4നെ 4 ആക്കിയതാണ് 4444. അതാണ് സ്വലാത്ത് നാരിയ അദദ്. 4ന്റെ അഷറാത്താണ് 40. 4ഉം 40 നിസ്സാരമല്ല. രണ്ട് ഊത്തിനിടയിൽ 40 ഉണ്ടാകും. നിങ്ങൾക്ക് പല അഭിപ്രായം. 40 ദിവസം എന്നാണോ നബി പറഞ്ഞത്? അതല്ല. 40 മണിക്കൂർ എന്നാണോ? 40 മാസാണോ? 40 കൊല്ലാണോ? അറിയില്ല. പക്ഷെ 2 ഊത്തിനിടയിൽ പറയും മനുഷ്യന്മാര് 40 ഒരു തൗഫീഖിന്റെ അലതാണ്. അതൊക്കെ തലയുടെ ഉള്ളിൽ വെള്ളം ലേശം, തലച്ചോറ് ആഫ് വെള്ളത്തിൽ കിടന്നാലും ഇത് മനസ്സിലാവും. തലച്ചോറ് തീരെ വെള്ളമില്ലെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യമില്ല. ഒരാഫ് വെള്ളത്തിലെങ്കിലും തലച്ചോറ് കിടന്നത് മനസ്സിലാവും. ഇവിടെ ഭയം പറഞ്ഞ മുമ്പുണ്ട്, ശേഷമുണ്ട്. എന്നാൽ ശംസുൽ ഉലമ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാനത്തിന്റെ ഇമാമാണ്. അവര് പറഞ്ഞതിന്റെ അപ്പുറം പറയാൻ ഒരാൾക്ക് IPH അവിടെ പോയി ക്യൂ നിൽക്കുക. ഇവിടെ മുട്ടായി തെരുവിലുണ്ട് ജമാഅത്തെ ഇസ്ലാമിന്റെ ഓഫീസ്. അവിടുന്ന് ബുക്ക് വാങ്ങുക, പറയാം. എന്നിട്ട് വഹാബി പറയുന്നത് പറയുക. വഹാബി ചിത്ര പറഞ്ഞോനാ. വളരെ ചിന്തിക്കണം. വഹാബിയെ ഉണ്ടാക്കിയതാരാ? വഹാബിയെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാര്. വലം യഹൂദു വലൻ നസ്വാറാ. പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആർക്ക് പറ്റിയാലും പറ്റിയിട്ടില്ലെങ്കിലും ഇതാ ഞാൻ പറയുന്നു. പറ്റിയത് മാത്രം പറയാനല്ല ഒരു വേദിയുടെ ബാധ്യത. പറയേണ്ടത് പറയലാം. ഒന്നും വിചാരിക്കരുത് കാര്യമല്ല. ഇവിടെ ശംസുൽ ഉലമ മാനദണ്ഡമാണ്. എന്തുകൊണ്ട്? അങ്ങനെയുള്ള ചില സ്വരങ്ങൾ ഇന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് ഞാൻ തിരിച്ചു പറയുന്നില്ല. ചില സ്വരങ്ങൾ, പുതിയതായ സ്വരങ്ങൾ, തവസ്സുലിൽ, ഇസ്തിഗാസയിൽ, ഔലിയാക്കൾക്ക് വഹി പറയുന്ന വിഷയത്തിൽ
പല ആളുകൾക്കും പല അഭിപ്രായങ്ങളും ഇടയിൽ കൂടെ തിരികെ കയറ്റലും, അതിനൊന്നും ഇവിടെ ഇനി അവകാശമില്ല. അവകാശം ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഇക്കൂട്ടത്തിൽ കിടന്നുകൊണ്ട് അവകാശമല്ല. ഇക്കൂട്ടത്തിലല്ല ക്രിസ്ത്യാനി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനിവിടെ ഒരു ഇമാമ് വന്നിട്ടുണ്ട്. ഒരുപാട് ഇമാമിങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഇമാമുൽ ഇമ്മയാണ് ശംസുൽ ഉലമ. ഇത് ഇന്റെ ദമും ലഹമും സാക്ഷിയായി ഞങ്ങളോട് പറയാണ്, അല്ലാതെ തൊള്ളോണ്ട് പറയല്ല, ഞാൻ എൻ്റെ കൽബുകൊണ്ട് പറയാണ്. ഇവിടെ മാനദണ്ഡമുണ്ട്, അത് ശംസുൽ ഉലമ തന്നെയാണ്. മുവഫഖായ ആളാ, അത് അള്ളാഹ് ഇടപെട്ട ആളാ. അല്ലാത്തവരാക്കി എനിക്ക് കഴിയൂല. എങ്ങനെ കഴിയും? എങ്ങനെ കഴിയ? 980 എന്റെ നാട്ടിൽ എടക്കരക്കടുത്ത് 40ഓളം കുടുംബങ്ങൾ ഇസ്ലാം എന്ന് പുറത്തുപോയി. ഇന്റെ വാപ്പ അടക്കമുള്ള ആളുകൾ ക്ഷണിച്ച് എടക്കരക്കൊന്ന് വരണം. 40 കുടുംബം ഇസ്ലാം എന്ന് പുറത്തുപോയി, കാഫറായി. നിന്റെ വാപ്പ ഇന്നും മരിച്ചിട്ടില്ല, നിന്റെ വാപ്പ ഹയാത്തിലുണ്ട്, ചോദിക്കുക. അന്ന് ഇടപെട്ട ചില ആളുകളുണ്ട്. ഇസ്ഹാഖ് കുരിക്കൽ അന്ന് മഞ്ചേരി മുനിസിപ്പൽ ചെയർമാനാണ്. അവരൊക്കെ അന്ന് ഇടപെട്ടിട്ടാണ് മഹാനായ ശംസുൽ ഉലമയെ കൊണ്ടുവരുന്നത്. ചിന്തിക്കണം. അന്ന് ബഹുമാനപ്പെട്ടവര് ഒരൊറ്റ ഷർത്ത് പറഞ്ഞ് ഇടക്കരക്ക് വരാം, ക്രിസ്ത്യാനികളോട് വാദപ്രതിവാദം നടത്താം. ഒരു നിബന്ധന പറഞ്ഞ്, ഇത് 1980. അന്നൊരു ഷർത്ത് പറഞ്ഞ്, സ്റ്റേജ് വളർന്നു തുടങ്ങിയാൽ ഞാനല്ലാത്ത ഒരാൾ സ്റ്റേജിൽ ഇരിക്കാൻ പാടില്ല. ഒറ്റ നിബന്ധന. ഹോട്ടൽ വേണ്ട, റൂം വേണ്ട. എടക്കര പള്ളി അന്ന് ടെറസല്ല, ചന്തപ്പന പോലത്തെ ആ പള്ളിയുടെ മുസ്ലിയാരെ റൂമിൽ താമസിച്ചു ശംസുൽ ഉലമ. മഞ്ചേരിക്കാരൻ കുഞ്ഞാ മുസ്ലിയാരാണ് അന്ന് പള്ളിയിലെ ഖത്തീബ്. അദ്ദേഹത്തിന്റെ മുറിയിൽ താമസിച്ചു ശംസുൽ ഉലമ. ഒരു മുതലാളിയുടെ മുറി വേണമെന്ന് പറഞ്ഞില്ല, ഒരു മുതലാളിന്റെ പുരയ്ക്ക് പോയില്ല, ഒരു ലോഡ്ജ് പോയി താമസിക്കണമെന്ന് പറഞ്ഞില്ല. വല്ല ലോഡ്ജും സൗകര്യവും ഒക്കെ നിലമ്പൂരും പരിസരത്തൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ലോഡ്ജ് ഉണ്ടായാലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞില്ല. അതൊന്നും ശംസുൽ ഉലമ പറഞ്ഞില്ല. ഒരു വർത്താനം പറഞ്ഞു, വളരെ തുടങ്ങിയാല് ഞാനല്ലാത്ത ഒരാള് കഴിയുന്നവരെ സ്റ്റേജിൽ ഉണ്ടാകാൻ പാടില്ല. എന്താണ് അതിന്റെ സിർന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതേപ്പറ്റി പിന്നെ രഹസ്യം അറിയുന്ന ചില ആരിഫീങ്ങൾ പറഞ്ഞു, അള്ളാന്റെ ഹബീബിന്റെ ഹുളൂർ പോലും അവിടെ ഉണ്ടാകും. അപ്പോൾ പിന്നെ മഖ്ബൂലീങ്ങളല്ലാത്ത ആളുകൾ വെറുതെ കുപ്പായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലായില്ല? വെളുപ്പുണ്ടായിട്ട് കാര്യമില്ല. കക്കൂസിനുള്ളൊരു രീതി നീ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ കക്കൂസിന്റെ വെളുപ്പേരുണ്ടാവുക, പുറത്തിരിക്കും വെളുപ്പ്, അകത്ത് മോശമായിരിക്കും. ആ ജാതി ഉണ്ടായാൽ പിന്നെ റസൂലുള്ളാഹിന്റെ ഹുളൂർ ഉണ്ടാവില്ല. എന്തേന്നറിയൂല. അങ്ങനെ പറഞ്ഞു. ദൃക്സാക്ഷി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് എന്റെ വാപ്പന്നെ, 2 1980. വേറെയും കാരണം ഉണ്ടാകാം. ഇവിടെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവിടെ പല പൊട്ടിപ്പിളർപ്പും നടക്കുന്നുള്ള ഗൈബിയായ വിവരം അമ്മനുഷ്യന് നേരത്തെ തന്നെ അറിയായിരിക്കും. അങ്ങനെ വന്ന പിന്നെന്ത് പറയും? ഇടക്കര അങ്ങനെയൊന്നും ജയിച്ചതല്ല, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പലരും പറയും. ഞങ്ങൾ ബാക്ക് കൂടി കുറിപ്പ് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടാ മൂപ്പര് പറഞ്ഞത് എന്ന് പറയും. അതിന് ആ ജാതി പലരും വന്നിട്ടും ആരും കയറ്റിയില്ല. കയറ്റരുതെന്ന് അന്നോ ഇന്ന് എതിർപക്ഷത്തുള്ളവരെല്ലാം അന്ന് ഒട്ടിയ നടക്കുന്നത്. എന്തൊക്കെ അപ്പോ ആരെങ്കിലും ഒരാളെ കയറ്റാന്ന് പറഞ്ഞൂടായിരുന്നോ? പറഞ്ഞില്ല. ഒരാളെ കയറ്റാൻ പറ്റില്ല. ഒരാളില്ലല്ലോ. സ്റ്റേജ് ഒരൊറ്റാള് ശംസുൽ ഉലമ മാത്രം. അപ്പുറത്തെ പാതിരിമാര്. ഇത് ഇടപെട്ടതാ. ഇത് അള്ളാഹ് ഇടപെട്ട മനുഷ്യനെ അങ്ങനെ ആകാൻ കഴിയുള്ളൂ. അത് മുവഫഖാണ്. ആരും ചട്ടിന്ന് തുള്ളണ്ട. തുള്ളിയാൽ അമ്മിമ്മലെത്തുന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകൂല. തുള്ളണ്ട, തുള്ളിയൊരു കാര്യമല്ല. അത് നമ്മളെ മാനദണ്ഡം അതാണ്. ഇനി ഭാഷയൊക്കെ സംസാരിക്കാം. അത് അമേരിക്കയിൽ തെണ്ടിറക്കണ പോലെ ഭാഷയും പുറത്തു പറയണ്ട. പറയും മനസ്സിലായോ? അമേരിക്കയിൽ തെണ്ടിറക്കണ പോലെ ഭാഷയും ഇംഗ്ലീഷ് തന്നെയാണ്. ഒരു ഇംഗ്ലീഷിലാണ് തെണ്ടുക, ഇംഗ്ലീഷിലാണ് ചീത്ത അറിയാം. അതൊന്നും വലിയ വലുപ്പത്തരല്ല. അല്ല, ഇത് തെറ്റാന്ന് ഈ പറഞ്ഞ അർത്ഥമല്ല. അതൊക്കെ ആവാം. കുപ്പായം മാറാം, രീതി ഇതിൻ്റെ ഒക്കെ കുപ്പായം ഒന്നും കൂടി പോളിസ്റ്റർ ആക്കാം.
പിന്നെയോ ഒക്കെ ഉഷാറാക്ക, ചെരുപ്പൊന്നും കൂടി നന്നാക്ക, കാറ് നന്നാക്ക. ശംസുൽ ഉലമ റഹ്മഹുല്ലാ ഏകദേശം ഒക്കെ ബസ്സിലാണ് യാത്ര ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ബസ്സിലാണ് യാത്ര ചെയ്തിട്ടുള്ളത്. അതൊക്കെ മാറാം. പക്ഷേ മാനദണ്ഡം അവരാണ്. അത് അല്ലാഹും അതിന് 40 കൊല്ലം ഒരു മനുഷ്യൻ അന്ന് നിയോഗിച്ചതാ. ഇത് കേരളത്തിന്റെ ഇമാമാണ്. ഇനി അതിൽ ഇടപെടണ്ട, ഇടപെട്ടവനെ കൂട്ടിപ്പിടിക്കും വേണ്ട. അതിന്റെ പുറത്ത് പോകാൻ ഇവിടെ ഒരു മുസ്ലിയാർക്കും അവകാശമില്ല. ചിന്തിക്കും. എന്തുകൊണ്ട്? അടിത്തറ ഈമാനാണ്. ഈമാൻ അവര് ശരിപ്പെടുത്തി തന്നു. അതവൽപ്പത്തരം ആലിമിന്റെ വലിപ്പത്തരം ആലിമിന്റെ ഖുർആനോത്ത് അല്ല, ആലിമിന്റെ സുന്നത്ത് നിസ്കാരവും അല്ല. ഞങ്ങളുടെ നാട്ടിന്റെ അടുത്ത് എപ്പോഴും സുന്നത്ത് നിസ്കരിച്ച് ദിക്ർ ചെല്ലുന്ന ഒരു മുസ്ലിം മുസ്ലിമ പരിഭാഷ നടത്തിയിരുന്നു. എപ്പോഴും സുന്നത്ത് നിസ്കരിക്കും, എപ്പോഴും ദിക്റും ചെല്ലും. അങ്ങനത്തെ ഒരു മൗലിയര് കുത്തുവ പരിഭാഷ നടത്തിയിരുന്നു എന്റെ നാട്ടിന്റെ അടുത്ത്. അങ്ങനെ ആ നാട്ടുകാര് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹിനോട് ഒന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ഒരു അസമൂലര് വിളിക്കാൻ വന്നു. അസമൂലര് മറുപടി പറയാൻ വേണ്ടി ആ നാട്ടിൽ വന്നു, ആ മഹല്ലിൽ വന്നു. അപ്പോൾ നാട്ടിൽപ്പെട്ട ചില ആളുകൾ വന്ന് പറഞ്ഞ്, അസമൂലരെ നിങ്ങൾ എവിടെയും കളിക്കണമാതിരി ഇവിടെ കളിക്കരുത്, ഇത് കാര്യമായ ആളാ, തൊള്ളയിൽ നിറച്ച് തീയാണ്. എപ്പോഴും നിൽക്കുന്നില്ല. വലിയ ആളാ, വലിയ പൊതുവെ പറയപ്പെട്ട ഒരാളും ആയിരുന്നു ആ ആള്. കുഴപ്പമൊന്നല്ലട്ട പറയുന്നത്. ഹുത്ബ പരിഭാഷ നടത്തിയിരുന്നു. അസമൂല്യരോട് പറഞ്ഞേ, ഇത് നിങ്ങൾ വിചാരിച്ച ആളല്ല അസമൂല്യര്, ഇത് തൊള്ളയിൽ നിറച്ച് തീയാണ്. അപ്പം അസമൂല്യര് പറഞ്ഞേ, തൊള്ളയിൽ നിറച്ച് തീയായത് നന്നായി, അസന്റെ തൊള്ളയിൽ നിറച്ച് വെള്ളാണ്, അതുകൊണ്ട് അത് എന്നോട് പറയണ്ട. തൊള്ളിയിലല്ലേ തീയുള്ളൂ, അസന്റെ തൊള്ളിയില് വെള്ളമുള്ള കാലത്തോളം അസന് വേജാറില്ല. ഏത് തീയും കെടുക്കാൻ മാത്രമുള്ള തീ അസന്റെ ഉള്ളിലുണ്ട്. അതന്നെ ആ പണി അതോടുകൂടെ അവസാനിച്ചു. ആ പണി നിർത്തി. അതിന്റെ അപ്പുറത്തെ വഹാബി അന്നും അടക്ക കച്ചവടമാണ് ഖുതുബ, ഇന്നും അടക്ക കച്ചവടം തന്നെയാണ് ഖുതുബ. ചിന്തിക്ക്. ആലിമിന്റെ ബാധ്യത എന്താ? ആലിമിന്റെ ബാധ്യത ഇവിടെ ദീനിന്റെ ഒരു സബീലുണ്ട്. من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. മുഅ്മിനീങ്ങളെ വഴിയിൽ നിന്ന് തെറ്റുമ്പോൾ ഇടപെട്ട് വഴിയിലാക്കുക. ഇതാണ് ആലിമിന്റെ ബാധ്യത. സുന്നത്ത് നിസ്കരിച്ചോട്ടെ, നല്ല കാര്യമാണ്. അത് അള്ളയും അവരും തമ്മിലുള്ള ബന്ധമാണ്. നല്ല കാര്യം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുന്നത്ത് നിസ്കരിക്കാം, ഖുർആൻ ഓതാം. എന്നാലോ ഈ പറയപ്പെട്ട മഹാന്മാരോ എല്ലാം നിസ്കാരത്തിൽ വലിയ ശുഷ്കാന്തിയുള്ളവര്, രാവും പകലും ദാക്കിര്യങ്ങള് കൂടെ യാത്ര ചെയ്തവർക്കറിയാം, നേരം വെളുക്കുന്നവരെ ഉറങ്ങുകയില്ല. ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് നേരം വെളുക്കുന്നവരെ ഉറങ്ങൂല. ദൃക്സാക്ഷികൾ, കൂടെ പോയവർ, കൂടെ യാത്ര ചെയ്തവർ, ട്രെയിനിൽ യാത്ര ചെയ്തവർ, വഅലിന് പോയിട്ട് 2 മണി വരെ വഅല് പറഞ്ഞതിന് ശേഷം പിന്നെ സുബഹി വരെ ദിക്ർ ചെയ്തതിന് സാക്ഷിയായ എന്നോട് പറഞ്ഞിട്ടുണ്ട് പല ആളുകളുണ്ട്. രാത്രി ഉറക്കല്ല. അതെന്റെ അത് തൗഫീഖാണ്. നേരം വെളുക്കുന്നവരെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വർത്താനമില്ലാതാക്കിറാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ, ഇശാന്റെയും മഗ്‌രിബിന്റെയും ഇടയിൽ ഒരാൾ സംസാരിക്കാൻ വരുന്നത് അവർക്ക് വെറുപ്പാണ്. വർത്തമാനം പറയൂല. എന്തിന് മഗ്‌രിബിയുടെ തൊട്ട് മുമ്പ് പോലും ഒരു കാര്യം നിസ്സാരവൽക്കരിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോവുകയോ ചെയ്യുന്ന അവർക്ക് വെറുപ്പായിരുന്നു. എന്തുകൊണ്ട്? പിശാചിന്റെ സമയവും സന്ദർഭവുമാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്ക്. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. എന്താണ് ഇവിടെ ശംസുൽ ഉലമ ചെയ്തത്? ആയിരക്കണക്കായ വാളുകൾ കേരളത്തിൽ പറഞ്ഞു. ആ വാളിൽ ഒരു വട്ടമെങ്കിലും ഒരു വാളില് സുൽത്താനുൽ ഹിന്ദിനെ ഓർമ്മപ്പെടുത്തും. ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി. ഖാജയെ പറ്റി ഇത്ര വാള് പറഞ്ഞ ഒരാൾ ഇന്ത്യയിൽ ഉണ്ടാവില്ല. അതാണ് ശംസുൽ ഉലമ. എന്തുകൊണ്ട്? ദീനി ദഅവത്തിന്റെ പിതാവാണ് ഖാജ.
മുഈനുദ്ദീൻ അൽ ഹസനു സഞ്ചരി ഖാജ മുഈനുദ്ദീൻ. അല്ലാഹുവിന്റെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ഖാജയെ പറ്റി ചെറിയ വർത്താനം പറയല്ല, വർത്താനം കേട്ടാൽ ആരും കോൾമയർ കൊണ്ടുപോകും. ചിന്തിക്ക്, മഹാനായ ഖാജയെ പറ്റി എന്തിന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹുക്കമാ ദാവൂദുൽ ഹക്കീം അൽ മുത്തുപേട്ടെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, വേദകാലക്കാരനായ ആ മഹാനെ ഏറ്റവും കൂടുതൽ സമൂഹത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയ ആൾ മഹാനായ ശംസുൽ ഉലമാ റഹ്മത്തുള്ളാഹി. ചിന്തിക്ക്, അവരെന്താ ചെയ്തത്? അവരിവിടുത്തെ ഔതാദുകളായ ആളുകളെ പരിചയപ്പെടുത്തി. ശംസുൽ ഉലമയുടെ ലേഖനം, പ്രസംഗം 2 കാര്യത്തിൽ ഒതുങ്ങും. ഒന്ന്, എവിടെയെങ്കിലും ഉസൂലിയായ പിഴവുണ്ടെങ്കിൽ പിഴവിനെ നേരെയാക്കും. 2, മഹാന്മാരെയും പരിചയപ്പെടുത്തും. അങ്ങനത്തെ ലേഖനം, അങ്ങനത്തെ പ്രസംഗമേ ഉള്ളൂ. അതേ ആ കാലഘട്ടത്തിന് ആവശ്യമുള്ളൂ. കിട്ടിക്കഴിഞ്ഞു, അത് തന്നെ. അതിനെ കഴിഞ്ഞതോ ഒന്ന് അല്ലാഹു അവർക്ക് നൽകിയ തൗഫീഖ്. നേരം വെളുക്കുന്നവരെ ഉറങ്ങാതിരിക്കുക, ദാക്കിറാവുക, നിസ്കരിക്കുക, ഖുർആനോടുക, ദിക്ർ ചൊല്ലുക, വർത്താനം പറഞ്ഞാൽ കൃത്യാവുക, പേക്കാതിരിക്കുക. അകക്കണ്ണുകൊണ്ട് സംസാരിക്കുക. അവര് വഫാത്തായപ്പോൾ കേരളത്തിന്റെ മഹാനായ നേതാവ് ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് റഹ്മത്തുള്ളാഹി പത്രത്തിൽ ഒരു ലേഖനം എഴുതി. പിറ്റേ ദിവസം ആ ലേഖനത്തിന്റെ ഹെഡിങ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഖുർആനിന്റെ ആഴമറിഞ്ഞ പണ്ഡിതൻ. അല്ലാഹു തആല അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ആരും കേൾവിയില്ലാത്ത അത്ഭുതകരമായ വ്യാഖ്യാനങ്ങൾ. ഒരായത്തിനെ ബഹുമാനപ്പെട്ടവർ വ്യാഖ്യാനിച്ചാൽ അതിന്റെ ആഴം, അതിന്റെ വ്യാപ്തി. ഖുർആൻ പരിഭാഷയെ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആയത്തിനെ ജനങ്ങൾ നിസ്സാരവൽക്കരിക്കുമോ എന്നവർ ഭയപ്പെട്ടു പോയി. അല്ലാതെ ആലിമീങ്ങൾ സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് എതിരായത് കൊണ്ടല്ല. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഒരു മാനദണ്ഡം കാണിച്ചു തന്നു വിശ്വാസത്തിൽ, ദീനിൽ, അഖീദയിൽ, ഈമാനിൽ, ഫിഖ്ഹിൽ. അവസാന കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഒരു ചില പ്രശ്നങ്ങൾ ഉണ്ടായി. പ്രശ്നത്തിനകത്തെ ഒരു നിലപാടെടുക്കുകയും ചെയ്തു. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ബീഗം ഷാബാനു കേസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടായി. ആ വിഷയത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തെ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെയും യോജിപ്പിച്ചു നിർത്തി. അതിന് പ്രധാനമായ ചാലകശക്തി ശംസുൽ ഉലമയാണ് റഹ്മത്തുള്ളാഹി. അല്ലാഹുവിന്റെ ദറജ ഏറ്റി കൊടുക്കട്ടെ. എല്ലാം 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 ചിന്തിക്കും. മഹാന്മാരായ തസവുഫിന്റെ ഇമാമികളെ കേരളത്തിന് പരിചയപ്പെടുത്തിയ അതേ സമയത്ത് ഇവിടുത്തെ ഏത് വിദ്യാഭ്യാസ വിചക്ഷണനുമായും സംസാരിക്കാനുള്ള കഴിവ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, ഒരു സംഘം ഡോക്ടർമാരെ അപ്പുറത്തെന്ന് സംസാരിക്കുന്നു. CBC വാര്യർ മരിച്ച ദിവസം ബഹുമാനപ്പെട്ടവര് അറിഞ്ഞിട്ടില്ല. കമ്പാർട്ട്മെന്റിൽ കുറച്ച് ഡോക്ടർമാര് ബഹുമാനപ്പെട്ടവർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട് ഏറ്റവും വലിയ പ്രഗത്ഭനായ പ്രൊഫസറായിരുന്നു CBC വാര്യർ. വാര്യർ മരിച്ച ദിവസം ബഹുമാനപ്പെട്ടവർ അത് അറിഞ്ഞിട്ടില്ല. ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. ഡോക്ടർമാർ മനോഹരമായ ഇംഗ്ലീഷിൽ അവരുടെ അപദാനങ്ങൾ പറയുന്നു. CBC വാര്യർ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അതേ കമ്പാർട്ട്മെന്റിൽ ദാക്കിറായിരിക്കുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് ഒരു ബേജാറായി. അപ്പോൾ ചോദിച്ചു, വാട്ട് അബൌട്ട് മിസ്റ്റർ CBC വാര്യർ എന്ന് ചോദിച്ചു. അപ്പോൾ ശുദ്ധമായ ഇംഗ്ലീഷിൽ അവനങ്ങോട്ട് മറുപടി. അവനെന്നെ അന്തം വിട്ടുപോയി. ആകെ ചുറ്റിപ്പുറച്ച് നീണ്ട താടിയും വെള്ളത്തലപ്പാവും വെള്ളത്തലയെക്കെട്ടൊക്കെ ഉള്ള ഒരു മുസ്ലിയാര് ചോദിക്കുന്നു. അപ്പോൾ മനോഹരമായ ഇംഗ്ലീഷിൽ അങ്ങോട്ട് മറുപടി. എനിക്ക് CBC വാര്യരിൽ നിന്നുണ്ടായ ചില അനുഭവങ്ങൾ. ട്രെയിൻ യാത്രയിലെ ഡോക്ടർമാർക്ക് ഇനി വർത്താനം പറയാൻ ചാൻസ് ഇല്ല, ഇതിനേക്കാൾ വലിയ വർത്താനം ഒരു അങ്ങോട്ട് സംഭവിച്ചു. അപ്പോൾ അതുവരെ ഇവർ വിചാരിച്ച അന്തല്ലാത്ത ആളുകളാണ് മുസ്ലിയാക്കന്മാര്. നിലവാരം ഉയർത്തി. മുസ്ലിയാക്കന്മാരെ നിലവാരം ഉയർത്തൽ പണം കൊണ്ടാണ്, പൈസ അല്ല. പൈസ ഫിർഔന്റെ നിലവാരം ഉയർത്തും. അപ്പോൾ ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയത്തെ പറ്റിയും വ്യക്തമായ ധാരണ. എന്ത് കാര്യം, ഇവിടുത്തെ അന്യ സമുദായക്കാര്, ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ നിയമപാലകര്, വ്യക്തമായ ധാരണ.
സമസ്തയുടെ ചില സമ്മേളനങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദിന്റെ ദുആ, ശംസുൽ ഉലമയുടെ ഉദ്ഘാടന പ്രസംഗം 4 മണിക്കൂർ പിരിച്ചുവിടുക കഴിഞ്ഞ് അതിലെല്ലാം ഉണ്ടാവും. 4 കൊല്ലത്തിന് വേണ്ടത് മുഴുവനും 4 മണിക്കൂറുണ്ടാവും. ചിന്തിക്കുക. ബഹുമാനപ്പെട്ടവരൊരു ഒറ്റ പ്രസംഗം കോഴിക്കോട് കടപ്പുറത്ത്, ആ പ്രസംഗങ്ങളാണ് കേരളീയ ജനതയ്ക്ക് സുന്നത്ത് ജമാഅത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. ആലിമീങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ മാനദണ്ഡങ്ങളെ മനസ്സിലാക്കി കൊടുത്തത്. വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം കള്ളത്തരവും നല്ലതും ചീത്തയും മനസ്സിലാക്കുകയും ചെയ്തു. നല്ലവരെ ബഹുമാനിച്ചു. വടകര മമ്മദാജി വന്നപ്പം ബഹുമാനപ്പെട്ട വടകര മമ്മദാജി തങ്ങൾ വന്നിട്ട് നന്ദി സമ്മേളനത്തിന്റെ സ്റ്റേജിൽ ബാക്കിലിരുന്നു. ആരും വിളിച്ചിട്ടും ബഹുമാനപ്പെട്ടവർ മുന്നിൽ കയറിയിരുന്നില്ല. കോളാമ്പി അടുത്ത് വെച്ച് കോളാമ്പിയിൽ ഇങ്ങനെ സ്വതസിദ്ധമായി നോക്കി തുപ്പി അങ്ങനെ അവിടെ ഇരുന്ന് ബാക്കിൽ ശംസുൽ ഉലമ മുന്നിലെ സീറ്റിൽ. ആര് വന്നപ്പോഴും ബഹുമാനപ്പെട്ടവര് ഓടിച്ചു. വടകര മമ്മദാജി തങ്ങൾ ആളെ ഓടിച്ചു പറഞ്ഞയച്ചു. അപ്പൊ ആരോ പോയി പറഞ്ഞു വടകര മമ്മദാജി തങ്ങൾ ബാക്കിലെ സീറ്റിലിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ശംസുൽ ഉലമ അവിടുന്ന് എണീറ്റു. ഒരു കയ്യിൽ തസ്ബീഹ് മാല, കൈ ഇങ്ങനെ ദൃക്സാക്ഷികൾ അത് കണ്ട ആളുകൾ ഒന്ന് ജീവിച്ചിരിപ്പുണ്ട്. കൈ ഇങ്ങനെ വെച്ച് തസ്ബീഹ് മാലയും പിടിച്ച് അപ്പുറത്തെ അറബികൾ സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ എണീറ്റ് വന്ന് വടകര മമ്മദാജി തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് മുന്നിലേക്ക് കസേരയിൽ ഇരിക്കാലോ, അവിടെ കസേര ഒഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇതുവരെ വന്നവരെ മുഴുവനും ആട്ടിയ വടകര മമ്മദാജി തങ്ങൾ വേഗം കോളാമ്പി എടുത്തു പെട്ടെന്ന് എണീറ്റു. പൂച്ചക്കുട്ടിയെ പോലെ നേരെ മുന്നിൽ പോയിരുന്നു. എന്തുകൊണ്ട്? മമ്മദാജി തങ്ങൾക്ക് ഇതാരാന്നറിയും. ഇതാരാണ് മമ്മദാജി തങ്ങൾക്ക് അറിയും. അത് മറ്റു പലർക്കും തിരിഞ്ഞില്ല. അതാണ് അവരുടെ കേസ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണം. ഔലിയാക്കൾക്ക് ബഹുമാനപ്പെട്ടവരറിയും, ബഹുമാനപ്പെട്ടവർക്ക് ഔലിയാക്കളെ അറിയും. അതേ സമയത്ത് വെങ്ങാട്ടുകാർ വന്ന് വെങ്ങാട് വെച്ചൻ ഒരാൾ ഔലിയപ്പാപ്പയായി വന്നിട്ട് ദിക്ർ ചൊല്ലി അവസാനം കിണറ്റിലിറങ്ങിയിട്ടാണ് ദിക്ർ ചെല്ലുന്നത് എന്ന് ശംസുൽ ഉലമയോട് വന്ന് പറഞ്ഞ്. വലിയ ഔലിയപ്പാപ്പയാണ്, വലിയ ഓറാണ്, വലിയ കുത്തുബാണ്, വലിയ ശൈഖ് മുറപ്പിയാണ്. ദിക്ർ ചൊല്ലി അവസാനം ഇപ്പോൾ കിണറ്റിലിറങ്ങിയാണ് ദിക്ർ ചെല്ലുന്നത്. ദിക്റിൽ ദറജ കൂടി, തല ചൂടായി, കിണറ്റിലിറങ്ങിയിട്ടാണ് ദിക്ർ ചെല്ലുന്നത്. ആളുകളൊക്കെ ബൈഅത്ത് സ്വീകരിക്കുന്നത് കിണറ്റിൻകരയിൽ നിന്ന്. ശൈഖ് മുറപ്പി കിണറ്റിന്റെ അടിയില് ശംസുൽ ഉലമയോട് വന്നപ്പോൾ ചോദിച്ചു, എന്താ ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അപ്പൊ പറഞ്ഞ് കിണറ്റിന്റെ അടിയിലാണെങ്കിൽ തവളയായിരിക്കും ഔലിയാന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? വെങ്ങാട് പോയി വെങ്ങാട് തൊരീക്കത്ത് കണ്ണൂർ ജില്ലയെ മൊത്തം വിഴുങ്ങാവുന്ന ഒറ്റ സാഹചര്യം, ഒറ്റ വേള് പണി എന്റെ അകക്കണ്ണുണ്ട്. ഒന്ന് അറിയേണ്ടത് അറിയും. ഏതൊക്കെ നാണയം ഏതൊക്കെ കള്ള നാണയം തിരിച്ചറിയും. അതിന് മരിച്ചുപോയ മനുഷ്യന്മാരോട് ബന്ധമുണ്ട്. ഇത് ഞാൻ തമാശ പറയല്ല. മരിച്ചുപോയ മനുഷ്യന്മാരോട് സബക്കിലിരുന്ന് തന്റെ ശിഷ്യന്മാരെ മുന്നിൽ പറഞ്ഞു. ബുഖാരി ദർസിൽ പങ്കെടുക്കുന്ന ബുഖാരി ദർസ് നടക്കുന്ന സമയത്ത് ഞാൻ ഇമാം ബുഖാരി തങ്ങളുമായി സംസാരിക്കുമെന്ന് ബഹുമാനപ്പെട്ടവർ ദർസിൽ പറഞ്ഞു. ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ മഹാനായ അബൂ അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് താൻ സംസാരിക്കുമെന്ന് പറഞ്ഞു. ശൈഖിന്റെ പള്ളിയിൽ വന്ന് സംസാരിച്ചു, തീരുമാനം പറഞ്ഞു. ചില പ്രതിസന്ധി സാഹചര്യങ്ങളിൽ ഒറ്റക്ക് വന്ന് ശൈഖിന്റെ പള്ളിയിൽ വന്ന് ബഹുമാനപ്പെട്ട അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ അൽ-ഹംസു റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ച് തീരുമാനം പറഞ്ഞു. മമ്പറത്ത് പോയാലോ? മമ്പറത്ത് തങ്ങൾ പാപ്പയോട് സംസാരിച്ച് പറഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ ഖുതുബുസ്സമാൻ മൗലവി ജമീല ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവിൽ മംറമി റളിയല്ലാഹു അൻഹു വഫാത്തായി പോയവരോട് സംസാരിച്ച് കാര്യം പറഞ്ഞു. സംസാരിച്ച പറയാ. ബഹുമാനപ്പെട്ട മഹാനായ സിറാജുദ്ദീൻ അയിലക്കാട് സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് സംസാരിച്ച് വഫാത്തായി പോയ അയിലക്കാട് സിറാജുദ്ദീൻ
തങ്ങളോട് സംസാരിച്ച് കാര്യം പറഞ്ഞു. വഫാത്തായി പോയ മനുഷ്യന്മാരോട് സംസാരിച്ചു പറഞ്ഞു. ഇതിപ്പോ സുന്നികളോട് പോലും പറഞ്ഞാൽ തിരയെ കയറൂല. കാരണം സുന്നികൾ തന്നെ സൂജാമുമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ സംഗതി സുന്നികളാണെങ്കിൽ തലയൊക്കെ ഇതൊന്നും കയറൂല. മരിച്ചവരോട് വർത്താനം പറയേ, മരിച്ചവര് മരിച്ചു പോയില്ലേ, മരിച്ചവരോട് എങ്ങനെ വർത്താനം പറയാ എന്ന് അത് നമുക്ക് തിരിയാത്തത്. അന്നാസു അദാഉമാ ജയിലു, മനുഷ്യർ അവൻ അറിവില്ലാത്തതിന്റെ ശത്രുവാണ്, അവർക്കത് അറിയില്ല. പലതും പറഞ്ഞു. മരിച്ചവർ എത്ര പല മക്ബറകളിലും കയറി മണിക്കൂർ കണക്കിന് ഒറ്റക്കിരുന്നു. എന്നിട്ട് പുറത്തു വന്ന കാര്യം പറഞ്ഞു, സംസാരിച്ചു. വഫാത്തായി പോയ മഹാന്മാരോട് സംസാരിച്ചു. ഖുത്ബുൽ സമാനോട് സ്ഥിരമായി പ്രതിസന്ധി സാഹചര്യങ്ങളിൽ പോയി സംസാരിക്കാറുണ്ടായിരുന്നു. അബുൽ വഫ തങ്ങളോട് സംസാരിക്കാറുണ്ടായിരുന്നു. പ്രതിസന്ധി സാഹചര്യങ്ങളിൽ വരുമായിരുന്നു. എവിടെ ബഹുമാനപ്പെട്ട മഹാനായ തമീമുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിൽ കയറി വന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ വഫാത്തായി കിടക്കുന്ന മഹാനോട് സംസാരിച്ചതായി ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരാളല്ല, നമ്മൾക്ക് അത് അറിയൂല. നമ്മൾ പുറം പൂച്ച് മാത്രമേ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. നമുക്കത് അറിയൂല. പിന്നെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി, അവരെ കൂടെ നിൽക്കാനുള്ള ഒരു തൗഫീഖ് നൽകി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അറിയില്ലെങ്കിലുണ്ടല്ലോ ഒരു തൗഫീഖ്, ആ കൂട്ടത്തിൽ കൂടാനൊരു തൗഫീഖ്, അതുണ്ടാവുക വലിയ കാര്യമല്ലേ. അവർ നിസ്തുല്യ സ്ഥാനത്തുള്ള ആളാണ് ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. നിസ്തുല്യ സ്ഥാനത്തുള്ള ആൾ. തന്റെ മകനെയും കയ്യെ പിടിച്ച് ഒരു ബാപ്പ മൂപ്പന്റെ പോലെ കയറി ചെന്നു. സിഎം വലിയുള്ളാനോട് പറഞ്ഞേ, എന്റെ മോനെ ഞാൻ നാളെ ദർസിൽ ചേർക്കുകയാണ്, ഒന്ന് ദ്വാരക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ പറഞ്ഞേ, ദർസിൽ ചേർക്കണമെങ്കിൽ ദ്വാരക്കേണ്ടത് ഞാനല്ല, അത് വെള്ളിമാട് കുന്നിൽ ഒരാളുണ്ട്, അവരോട് പോയി പറഞ്ഞാളാ. അവർ പറഞ്ഞേച്ചു. വല്ല ദീനോ കാര്യമാണെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി. ദർസിൽ ചേർക്കുന്നവന് ആള് മുലേരായി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് ഈ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. ഈ മുസ്ലിയാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ചിന്തിക്ക്. ശംസുൽ ഉലമയുടെ അടുത്തേക്ക് സിഎം വലിയുള്ള പറഞ്ഞേച്ചു. സിഎമ്മിനെ അറിയും ആരാണിത്. കേരളീയ ചരിത്രത്തിലെ സുവർണകാലം എന്നാല് സുബ്ഹാനല്ലാഹ് അത് ശംസുൽ ഉലമയുടെ കാലഘട്ടമാണ്. അവര് നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത മഹാകഴിവിന്റെ ശേഖരമാണ്. അത് അല്ലാഹു കൊടുത്ത അനർഘമായ ഒരു ലോകാണ്. അത് നമുക്ക് അറിയൂല. അവരുടെ കഴിവുകൾ നമുക്ക് അറിയൂല. അതുകൊണ്ടാണ് എത്തിപ്പെട്ടവര് മുഴുവനും എടക്കരപ്പാടത്ത് വാദപ്രതിവാദത്തിന് വന്ന പാതിരിമാരിൽ 12 പാതിരിമാര് കെലിമ ചൊല്ലി. പല പാതിരിമാര് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് റോമിൽ പോയി ബൈബിൾ പഠിച്ച ജോൺ മുണ്ടക്കൻ. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പേര് ഇബ്രാഹിമാണ്. ഇബ്രാഹിം മുണ്ടക്കൻ. അദ്ദേഹത്തിന് ഒമാനികളിലെ നമ്മുടെ ചില സുന്നി പ്രവർത്തകർ ഉണ്ടാക്കി കൊടുത്ത ഒരു വീട്ടിൽ അദ്ദേഹം മണ്ണാർക്കാടിനടുത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ചില സ്ഥാപനങ്ങളിൽ നിന്ന് ശുദ്ധമായ സുരിയാനി അറിയുന്ന ആളാണ് ജോൺ മുണ്ടക്കൻ. ഈ മനുഷ്യന്റെ ശംസുൽ ഉലമയുടെ സുരിയാനിയിലെ കഴിവും ശുദ്ധമായ സുരിയാനി സംസാരവും കേട്ട് അന്തിച്ചു പോയ ജോൺ മുണ്ടക്കൻ പിന്നെ നേരെ റോമിൽ പോയി മാർപ്പാപ്പയോട് സംസാരിച്ചു. നേരെ തിരിച്ചു വന്ന് നന്ദിയിൽ വന്ന് ബഹുമാനപ്പെട്ടവർ കെലിമ ചൊല്ലി. ഇന്ന് ജോൺ ഇബ്രാഹിം മുണ്ടക്കനായി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു സാധുവായ മനുഷ്യൻ. കേരളത്തിലെ ചില ആളുകൾ അദ്ദേഹത്തെ അവരുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് ക്ഷണിച്ചപ്പോൾ ശംസുൽ ഉലമക്ക് എതിരായ സ്ഥാപനമായതുകൊണ്ട് നിങ്ങൾ ഓരോ മാസം ഓരോ കിലോ പൊന്ന് തന്നാലും ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തേക്ക് വരൂല എന്ന് ഇബ്രാഹിം മുണ്ടക്കൻ പറഞ്ഞു. ഇബ്രാഹിം മുണ്ടക്കൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ട് ഒരു പള്ളിയുടെ ചെറുമ്പിൽ ഒരു ചെറിയ പുരയിൽ ഇങ്ങനെ സാധുവായി ഇബ്രാഹിം മുണ്ടക്കൻ ജീവിക്കുന്നുണ്ട്. ഇന്നുമുണ്ട്. ചിന്തിക്കും. അതെന്റെ അത് അള്ളാഹു ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തതാണ്. അല്ലാഹു യസ്തഫി മിനൽ മലായികത്തി റസുലൻ വമിനൻ നാസ്. ചിലപ്പോൾ അല്ലാഹു തആല ചില ആളുകളെ തെരഞ്ഞെടുക്കും. ചിലപ്പോൾ ചില ആളുകളെ തെരഞ്ഞെടുക്കും. അവർ മതിയാകും.
അതിനു മുമ്പിലും അതിനു പിമ്പിലും ചിരിക്കും മർക്കർത്തൻ പരം സുദുസ എന്ന് ഉള്ളൂര് പറയുന്നുണ്ട്. ചില മനുഷ്യന്മാര് വന്ന ഭൂമിക്കാണ് നിറവുണ്ടാകും. ഉള്ളൂരിന്റെ ഭാഷ നീ അംഗീകരിക്കാം, ആശയം സ്വീകരിക്കാതിരുന്നാൽ മതി. അത് കൃത്യമായ ഭാഷയാണ്. അത് എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവും നാട്ടിൽ, ഒരാൾ വന്നാൽ മതിയാവും. ധൈര്യം ഉണ്ടായി, ആശയമുണ്ടായി, നേരായ വഴി കിട്ടി. എന്തുകൊണ്ട്? എല്ലാവരോടും അവർക്ക് ബന്ധം, കള്ളത്തരം തിരിയാനുള്ള കഴിവ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനുൽ മഹ്ദി റളിയല്ലാഹു അൻഹു, സുഫിയാൻ ഇബ്നു ഉയൈന ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു, അവര് വലിയ ഹാദിഖീങ്ങളാണ്. ഹദീസിൽ ഒരു ഹദീസ് നാവിൽ ഇങ്ങനെ അബ്ദുറഹ്മാനുൽ മഹ്ദി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നാവിലിട്ടിട്ട് രണ്ടോട്ടം പറഞ്ഞിട്ട് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂലുള്ളാഹില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നാവിന് രണ്ടോട്ടം ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ പറയും, സ്ഥലത്തൊന്നും അവർക്ക് നോക്കണ്ട, അങ്ങനെ പറഞ്ഞാൽ പറയും, ഇത് നബിയുടെ ഹദീസല്ല, ഇങ്ങനെ നബി പറയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മഹാറത്ത, ഭയങ്കര കഴിവാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചില മനുഷ്യന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന തൗഫീഖാണ്. സനദൊന്നും നോക്കണ്ട. അബ്ദുറഹ്മാൻ മഹ്ദി റളിയല്ലാഹു അൻഹു, സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാരെ, ബഹുമാനപ്പെട്ട ഹദീസിന്റെ ഉസൂല് പരിചയപ്പെടുത്തുന്ന ചില മഹാന്മാരുണ്ട്, ഹദീസിന്റെ താരീഖ് പരിചയപ്പെടുത്തുന്ന ചില മഹരീയങ്ങളുണ്ട്. അവർക്ക് ഹദീസിന്റെ സനദ് നോക്കണ്ട. ഹദീസ് ഒന്നിങ്ങനെ രണ്ടോട്ടം നോക്കി അവർ പറയും, ഇല്ല ഇങ്ങനെ നബി പറയൂല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ല ശരി നബി പറഞ്ഞതന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? അത് അവരുടെ കഴിവാ. ഈ കഴിവ് വേറൊരാൾക്ക് കിട്ടൂല. ഇതല്ലാഹു തൗഫീഖ് കൊടുത്ത ആൾക്കല്ലാതെ കിട്ടൂല. പരീക്ഷയുടെ അന്നും പുറത്തിറങ്ങി നടക്കും. അപ്പോൾ കുട്ടികളെ വിചാരിക്കും, ഈ പരീക്ഷയെങ്കിലും ഞാൻ ഈ കേക്ക് അറച്ചു വെക്കും. പക്ഷേ പരീക്ഷ പകരം കുട്ടി മുസ്ലിയാർ കൂടെയുള്ള അബ്ദുറഹ്മാൻ അൽ ഫളുഫരി, കുട്ടി മുസ്ലിയാർ ഫളുഫരി എന്നറിയപ്പെട്ട കുട്ടി മുസ്ലിയാർ ശരീക്കാണ്. സ്റ്റഡി ലീവ് കിട്ടിയാൽ ശംസുൽ ഇറങ്ങി നടക്കും നാട് കാണാൻ. കാരണം നാട് ഭരിക്കേണ്ട ആളാണ്, മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളാണ്. ഇവിടെ കിതാബിന്റെ മുന്നിൽ മാത്രം ഇരുന്നാൽ പോരാ, അത് അള്ളാന്റെ തീരുമാനമായിരിക്കും. പഠിക്കാത്തവരെ അള്ളാഹ് പഠിപ്പിക്കും. ഇത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്. അവർ ശംസുൽ നാട് കാണാൻ വേണ്ടി പോകും. അപ്പൊ ഫളുഫരി കുട്ടി മുസ്ലിയാർ എന്ന് വിചാരിക്കും, ഈ പരീക്ഷയിലെങ്കിലും ഞാന് ഈക്കനെ തോൽപ്പിക്കും. പരീക്ഷന്റെ സമയം ഉണ്ടാകുമ്പോൾ ശംസുല്ലമ്മ എവിടുന്നോ പാഞ്ഞു വരും, പരീക്ഷ എഴുതും. അവസാനം 99 മാർക്ക് കൊടുത്ത് ഉസ്താദ്, അപ്പോൾ ഉസ്താദിന്റെ അടുത്ത് പോയി വിനയത്തിൽ പറഞ്ഞ്, ഒരു മാർക്ക് എവിടെയെന്ന് വെച്ച്. അപ്പൊ പറഞ്ഞ്, നിന്നെക്കാൾ ബുദ്ധിമാനായ ഒരാൾ ഇവിടെ വന്നാൽ അയാൾക്ക് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ നിനക്ക് വെച്ചിട്ടൊന്നുമില്ല. കുട്ടികളുടെ ബാക്കി തന്നെയാണ്. അതെന്തേ? അത് അങ്ങാടി കൂടെ ഇറങ്ങാൽ മതി. അത് അങ്ങാടി കൂടെ തന്നെ ഇറക്കേണ്ടത്. അത് അള്ള ഇടപെട്ട ആളാണ്. അത് നിന്നെപ്പോലെ നിങ്ങളെപ്പോലെ ആളല്ല. നമുക്ക് ബ്രഹ്മയും കഴിച്ചിട്ട് നമ്മൾ നെല്ലിക്ക വെള്ളം കഴിച്ചിട്ട് കാര്യമല്ല ബുദ്ധി ഉണ്ടാകാൻ. അത് അള്ളാഹു തആല ഇടപെട്ട ഒരാളാണ്. നമ്മളിപ്പോ നന്നാകാൻ നെല്ലിക്ക വെള്ളം കുടിക്കും, ബ്രഹ്മി ഓയിൽ കഴിക്കുവാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് അള്ള തീരുമാനിച്ച ഒരാളാണ്, നമ്മുടെ ബുദ്ധി പറഞ്ഞു കൊടുത്ത ആളാണ്. അതുകൊണ്ട് കേരളത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ മാനദണ്ഡം ശംസുൽ ഉലമയാണ്. അവിടുന്ന് ആര് പുറത്തേക്ക് പോയി ഗവേഷണം നടത്തിയാലും ഗവേഷണം നടത്താൻ അവനെ ശൂന്യ അംഗീകരിക്കാൻ പറ്റൂല. അത്തരം ആളുകളെ വഴല്ല, അവരെ ദെറുസല്ല, അവരംഗീകരിക്കാനും പറ്റില്ല. നമ്മളൊന്നും വിചാരിക്കരുത്. എന്തുകൊണ്ട്? അവിടെ എത്ര വർഷങ്ങളുണ്ട്. ഇനി അതിലൊരു പുതിയ ഗവേഷണമില്ല. ഉസൂല് ഉറച്ചു കഴിഞ്ഞ് ഇനി അതിൽ ഗവേഷണമില്ല. അതിനെ സ്ഥാപിക്കാനുള്ള ഗവേഷണം നടത്താൻ അത്രയ്ക്ക് തന്നെ പറ്റുള്ളൂ, അല്ല അത്ര ഗവേഷണം ഇല്ല. എല്ലാം പറന്ന രാജക്കിളിയാണ്, ഔലിയാക്കളെ കൂട്ടത്തിലെ രാജക്കിളി. വിജ്ഞാനത്തിൽ, ഭൗതിക വിജ്ഞാനത്തിൽ എല്ലാം നിറഞ്ഞ മനുഷ്യൻ. ഒരു വാക്ക്, ഒറ്റ വാക്ക്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അഖിലേന്ത്യാ മുസ്ലിം ലീഗും തമ്മിൽ അടിച്ചു, പരസ്പരം അഭിപ്രായക്കേട് പറഞ്ഞു. ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലായ സാഹചര്യം, ശരിയാത്തിനെതിരെ കമ്മ്യൂണിസ്റ്റുകാരടക്കം പല്ലിളിച്ച ഒരു സാഹചര്യം. 1984 ഒറ്റ പ്രസംഗം മഹാനായ ശംസുൽ ഉലമ, ഒരൊറ്റ പ്രസംഗം. അതാണ് ലീഗ് ഒന്നിക്കാൻ കാരണം. ഒരൊറ്റ പ്രസംഗം. കോഴിക്കോട്ട് കടപ്പുറത്ത് ഒരൊറ്റ പ്രസംഗം. പിന്നീട് അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കേരളീയ ചരിത്രത്തിൽ ഈ ഒരു വിഭിന്നത പോകാനുള്ള അടിസ്ഥാന കാരണം ശംസുൽ ഉലമയുടെ ഒരൊറ്റ
ഒരു പ്രസംഗം പരിഹരിച്ചു. എന്തുകൊണ്ട്? ഇതോട് ആവശ്യമുള്ള സാധനമായിരിക്കും. അത് നാശകം പാടുണ്ടാവില്ല. ഇടപെടേണ്ടടുത്ത് ഇടപെട്ടു. ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. അവര് സുലഭ എന്ന് പറഞ്ഞാൽ അതൊരു സ്കെയിലാണ്. ആർക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്കെയിലാണ്. ആ സ്കെയിലിനൊപ്പിച്ച് വരച്ചാൽ നമ്മളെ വര വരയായി. പിന്നെ ഓരോരുത്തർക്കും പറയാം എന്റെ വരയാണ് നല്ല വരാന്ന് പറയാം. അത് ഓരോരുത്തർക്കും അത് അവനവന്റെ സോക്കടാണ്, അല്ലാതെ അവന്റെ വര എന്നായതുകൊണ്ടല്ല. ഇവിടെ മാനദണ്ഡം ശംസുലമയാണ്. നിറഞ്ഞ ആരിഫീങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം ബഹുമാനപ്പെട്ടവരെ അംഗീകരിച്ചു. ബഹുമാനപ്പെട്ട CM അംഗീകരിച്ചു. ബഹുമാനപ്പെട്ട ആലുവായി അബൂബക്കർ മുസ്ലിയാർ അംഗീകരിച്ചു. ആലുവായി അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദാ. മുസ്ലിം ലോകത്തിന് കേരളീയ മുസ്ലിം കേരളത്തിന് എക്കാലത്തും അവലംബിക്കാവുന്ന പണ്ഡിതനായി ശംസുലമയെ ചൂണ്ടിക്കാട്ടി. അങ്ങനെ തന്നെ ചെയ്തു. അവലംബിക്കാൻ വേണ്ടി പറഞ്ഞു, പലരോടും പറഞ്ഞു, മാനദണ്ഡം കാട്ടി. ബഹുമാനപ്പെട്ട മഹാനായ ആലുവായ അബൂബക്കർ മുസ്ലിയാരാ? ഇവിടെ മഅരിഫത്തിന്റെ ലോകത്ത് രാജസ്ഥാനത്തിരുന്ന ഒരാളാണ്. അവര് ചൂണ്ടിക്കാട്ടി മഹാനായ ശംസുലമയെ റഹ്മത്തുള്ളാഹ്. എല്ലാവരും ചൂണ്ടിക്കാട്ടി. ബഹുമാനപ്പെട്ട മഹാനായ തുർപ്പലച്ചി മുഹമ്മദ് മുസ്ലിയാരടക്കം അവരൊക്കെ വലിയ എല്ലാവർക്കും വലിയ താല്പര്യമായിരുന്നു ശൈഖുനയോട്, ശംസുലമയോട്. ഒരു ചെറിയ അഹ്ലു ബൈത്ത്, ഒരു ചെറിയ കുട്ടിയാണെങ്കിലും അഹ്ലു ബൈത്തിനോട് വല്ലാതെ ബഹുമാനം. അത് മുത്തുനബിയോടുള്ള ബഹുമാനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. പറയേണ്ടവരോടൊക്കെ കാര്യം പറഞ്ഞു. പറയേണ്ടവരോടൊക്കെ പറഞ്ഞു. സയ്യിദിനോടും പറയേണ്ട കോലത്തിൽ, പറയേണ്ട വിനയത്തിലും ഭാവത്തിലും എന്ന കാര്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെയും ഉണ്ടായി, പല രംഗത്തും ഉണ്ടായി. അതൊന്നും പറയുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് പല അനുഭവങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ഉസ്താദന്മാരും വയസ്സന്മാരും പല സംസാരത്തിലും ഒക്കെ പറഞ്ഞ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതൊന്നും ഒരു പരസ്യമായി പറയാവുന്ന അതല്ലാത്തതുകൊണ്ട് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അവരൊക്കെ ഭയപ്പെടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട സയ്യിദന്മാര് ചെറിയ ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിലും ശംസുലമ അവരെ ബഹുമാനിച്ചിരുന്നു, വല്ലാതെ ബഹുമാനിച്ചിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ ശംസുലമ എന്നത് കേരളത്തിന് മാനദണ്ഡമാണ്. നമ്മൾക്കിപ്പോൾ പുതിയ വലിയ പോളറൈസേഷന്റെ സന്ദർഭമാണ്. എല്ലാവരും പഠിക്കുന്നു, പുതിയ ഡോക്ടറേറ്റ് വാങ്ങുന്നത് നല്ല കാര്യമാണ്. ഇതിലൊന്നും തെറ്റ് പറയല്ല, ഒക്കെ നല്ലതാണ്. അള്ളാഹു നമുക്ക് നല്ല വികാസം നൽകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് വികാസം നൽകട്ടെ. ചില തർക്കങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. അടുത്ത കാലത്തെ ചില തർക്കങ്ങളിലൊക്കെ ചില നേട്ടങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും ചേഞ്ച് വരുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ പിന്നെ നേരേത് നേരേത് എന്ന് തിരിച്ചറിയാൻ ഇനിയുള്ള ചില കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മളിവിടെ അടിസ്ഥാന സ്കെയിലായി മഹാന്മാരെ പിടിക്കണം. അതിൽ ഏറ്റവും അഗ്രേസരൻ ബഹുമാനപ്പെട്ട ശംസുലമയാണ്. തർക്കിക്കുകയേ വേണ്ട. ബഹുമാനപ്പെട്ടവർ വലിയ ആളാണ്. അള്ളാഹു കൊടുത്ത തൗഫീഖാണ്. അവര് ഒരേ സമയത്ത് ഭരണകൂടത്തിന് അവരെ പേടിയാണ്, അതേ സമയത്ത് രാഷ്ട്രീയക്കാർക്ക് അവരെ പേടിയാണ്, അതേ സമയത്ത് ഇവിടുത്തെ അമുസ്ലിമീങ്ങൾ സംഘടനകൾക്ക് വരെ ബഹുമാനപ്പെട്ടവർ വലിയ ബഹുമാനമുള്ള ഭയമാണ്. അതേ സമയത്ത് അവർക്ക് വലിയ ശിഷ്യസമ്പത്താണ്. അതേ സമയത്ത് മരണപ്പെട്ടു പോയ ആരിഫീനോട് വലിയ ബന്ധമുള്ള ആളാണ്. അതേ സമയത്ത് അവർ ഖുർആന്റെയും ഹദീസിന്റെയും വ്യാഖ്യാനങ്ങൾ പറഞ്ഞത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വ്യാഖ്യാനങ്ങളാണ് പറഞ്ഞത്. അവരെ കാലത്ത് വന്ന കാറ്റും കോളും മുഴുവനും അവർ നിസ്സാരമായി നേരിടുകയും സമൂഹത്തിന് മാനദണ്ഡം കാണിക്കുകയും ചെയ്തു. ഒരു ഇമാം എന്തൊക്കെ ചെയ്തു കൊടുക്കണം അതൊക്കെ ചെയ്തു. ചരിത്രത്തിൽ ഇമാം ഗസാലി ആരോ? അതാണ് കേരളത്തിലെ ശംസുലമ. ചരിത്രത്തിൽ മുജദ്ദിദുൽ ഖർനിൽ ഖാമിസ്, 5ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ബിത്തിഫാഖിൽ ഉമ്മ. സമുദായത്തിന് രണ്ടാമത്തെ അഭിപ്രായമില്ല. ലോക ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്ക് രണ്ടഭിപ്രായമില്ല. മുജദ്ദിദുൽ ഖർനിൽ ഖാമിസ്, 5ാം നൂറ്റാണ്ടിന്റെ പരിഷ്കർത്താവാണ് അബൂ ഹാമിദ് അൽ ഗസാലി. വർക്കപ്പറ അബൂ ഹാമിദ് അൽ ഗസാലി
ഏത് ഉൽപ്പതിഷ്ണുവും ഒന്നാലിമാം ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അവിടെ മിണ്ടൂല. എത്ര പുസ്തകങ്ങളാണ് ഇവിടെ ഉൽപ്പതിഷ്ണുക്കൾ പ്രസിദ്ധീകരിച്ചത്? ഒദ്ദാലിയുടെ ജീവിതം, ഒദ്ദാലിയുടെ ചിന്തകൾ, ഉൽപ്പതിഷ്ണുക്കൾ വിദ്യാത്തിന്റെ കണ്ടകോടാലി നിരത്തി അതിനെ വെട്ടി നിരത്തി ലെവലാക്കിയ ആളാണ് മഹാനായ അബൂ ഹാമിദ് അൽ-ഗസാലി. എന്നാൽ ഈ 1000 കൊല്ലത്തിന്റെ ഉള്ളിൽ മുസ്ലിം ലോകത്തിന്റെ ശരിയുടെ മാനദണ്ഡമാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഒരു മുദരിസ് ഒരിക്കൽ യഹ്യയെ വിമർശിച്ചിരുന്നു. തന്റെ ദർസിൽ യഹ്യ പഠിപ്പിക്കൂല, യഹ്യയെ വിമർശിക്കുന്ന ഒരു ആലിമുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. ഒരു രാത്രി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് ചൂരലും കൊണ്ട് പുറത്താട്ടി അങ്ങോട്ട് കൊടുത്തു. ആലിമിന്റെ പുറത്ത് ആട്ടി അങ്ങോട്ട്. സുബഹി നിസ്കരിച്ച് ദർസിലിരുന്നപ്പോൾ ആലിമ പുറച്ചിട്ടുണ്ട്. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, എന്റെ ഉസ്താദെ സുഖല്ലേ? അപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുത്ത്, പുറം കാണിച്ചു കൊടുത്ത്, ജാഅനി റസൂലുള്ളാഹി ഫിൽ മനാമി ഫളറബനി. ഇന്നലെ രാത്രി റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്നു ഇന്റെ ഗസാലിയെ വിമർശിക്കാൻ. ആരടാന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി എന്നെ ചൂരൽ കൊണ്ടടിച്ച് എന്ന് ഈ ആലിം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. 1000 കൊല്ലത്തിന്റെ ഉള്ളിൽ മുസ്ലിം ലോകത്തിന്റെ മാനദണ്ഡമാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എങ്കിൽ ഈ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നത് വരെ കേരളത്തിന് ഈമാന്റെ മാനദണ്ഡം ശംസുലമയാണ്. സംശയിക്കണ്ട. ഇവിടെ വലിയൊരു പലരും ഉണ്ടായിക്കോട്ടെ, അതൊക്കെ ഉണ്ടാകട്ടെ, പക്ഷെ ഒരു സ്കെയിൽ അവർ കാണിച്ചു. അതെന്നെ വലിയ കറാമത്ത് അതാണ്. വലിയ മുഅ്ജിസത്ത് ഖുർആനാണല്ലോ. മരിച്ചവരെ ജീവിച്ചതാണോ വലിയ മുഅ്ജിസത്ത്? നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ? ഒന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ? പറഞ്ഞത് മനസ്സിലായില്ലേ? വലിയ മുഅ്ജിസത്ത് മരിച്ചവരെ ജീവിപ്പിച്ചതാണോ? അല്ല, മരിച്ച കൽബിനെ ജീവിപ്പിച്ചതാണ്. ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആൻ. അത് മനുഷ്യന് ഈമാൻ നൽകി. അതുകൊണ്ട് കുറെ രോഗം മാറ്റലോ ദീനം മാറ്റാലോ ഒക്കെ കറാമത്ത് തന്നെ. പക്ഷെ ഏറ്റവും വലിയ കറാമത്ത് ഈ കാണുന്നത് മുഴുവനും, ഇന്നീ കാണുന്ന ലക്ഷക്കണക്കായ മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനകരമായ അസ്തിത്വം അതുണ്ടാക്കിയത് ശംസുലമയാണ്. അതവരെ കറാമത്താണ്. ഇനി ഈ അവിടെ സൂര്യൻ ഉദിക്കുന്നത് വരെ അങ്ങനെ ഒരാൾ വരൂല എന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും എനിക്കറിയൂല. പക്ഷെ നമ്മളെ ചരിത്രത്തിൽ അങ്ങനെ ഒരു മാനദണ്ഡം ഇതുവരെ വേറെ ആളെ കാണുന്നില്ല. എന്നാ വേറെ കുറെ ആളുകളല്ലേ ഉണ്ട്, പക്ഷെ അവർക്കൊന്നും ഈ മനുഷ്യന്റെ തൗഫീഖില്ല. അവരൊക്കെ വഴവന്മാരോ നല്ല പ്രഭാഷകരോ താർക്കികരോ ഒക്കെ ആയിരിക്കാം. ശംസുലമ ഒരേ സമയത്ത് മുജദ്ദിദാണ്, അതേ സമയത്ത് അവര് മുറബിയായ ശൈഖാണ്. ഉള്ളിൽ പുറം ഒക്കെ എല്ലാവർക്കും അറിയും, എന്തും അറിയും എല്ലാം. എന്റെ കുഞ്ഞ് മരിച്ചെന്ന് ഒരു മുത്തഅല്ലിമ പോയി, ഒരു ശിഷ്യൻ പോയിട്ട് പറഞ്ഞ്, മകൻ മരിച്ചപ്പോ എന്റെ കുഞ്ഞ് മരിച്ചു ശൈഖുനാന്ന് പറഞ്ഞ്. അതിൽ ചിരിച്ച്, കുഞ്ഞ് മരിച്ചു എന്തിനാടാ കരയുന്നത്? ആലത്ത് നിന്റെ കയ്യിൽ ഇപ്പോഴും ബാക്കിയില്ലേ? അട്ടൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അമ്മാസം തന്നെ ഗർഭമുണ്ടായി, 9ാമത്തെ മാസം പ്രസവിച്ചു. നിന്നോട് ആ ശിഷ്യൻ തന്നെ പറഞ്ഞത്. മരിച്ചു പോയിക്കോട്ടെ, ഈ ഒക്കെ വേജാറാകണം എന്തിനാണ്? കുട്ടികൾ ഉണ്ടാവുന്ന ആലത്ത് നിന്റെ അടുത്ത് ഇപ്പോഴും ബാക്കിയില്ലേ? വിചാരണ്ടല്ലോ. കേട്ടുകൊണ്ടിരിക്കുന്ന ഉസ്താദന്മാരെ അങ്ങോട്ട് ചിരിച്ച്, എനിക്കത് അത്ര മനസ്സിലായില്ല എന്താണത്, പിന്നെയാണ് മനസ്സിലായത് എന്ന് ഈ മനുഷ്യനോട് പറഞ്ഞു. 9ാമത്തെ മാസം ഭാര്യ പ്രസവിച്ച് ഒന്നും പറയും അറിയോ, കുട്ടി മരിച്ചു. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹിയുടെ ഉമ്മത്തിന് ആലിമീങ്ങളായ ഔലിയാക്കന്മാരെ മാത്രം തന്നെയാണ്. കുട്ടി മരിച്ച വിവരം ഭാര്യ പറയാതെ ഭർത്താവിനെ ബന്ധപ്പെടാൻ അവസരം കൊടുത്തു. അബൂ ത്വൽഹ യാത്രക്ക് പോയ സമയത്ത് കുട്ടി മരിച്ചു. ഉമ്മു സുലൈമിന്റെ കുട്ടി മരിച്ചു. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അബൂ ത്വൽഹയെ ഉമ്മു സുലൈം സന്തോഷിപ്പിച്ചു. പിന്നെയോ എല്ലാം കഴിഞ്ഞ് ശാരീരികമായ സന്തോഷമൊക്കെ കഴിഞ്ഞ് കുട്ടിക്ക് എന്തേ പോയിന്ന് ചോദിച്ചു. അപ്പൊ സംഭവം പറഞ്ഞ്. അപ്പൊ അബൂ ത്വൽഹയ്ക്ക് ബേജാറായി. നേരെ വിളിച്ചവിടെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പാഞ്ഞെന്ന് എന്റെ കുട്ടി മരിച്ച വിവരം ഇവളിനോട് മറച്ചു വെച്ച്. ഇവളിനോട് അതൊന്നും പറഞ്ഞില്ല. ഞാൻ അവളോട് ശാരീരികമായി ബന്ധപ്പെട്ടു. ഇന്നലെ രാത്രി ഞാൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ എന്റെ കുട്ടി ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ വിവരം ഇവളിനോട് പറഞ്ഞില്ല. എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവൾ പറഞ്ഞത്. ഇവൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ രാത്രി സന്തോഷിക്കൂല, എനിക്ക് അവളെ ശാരീരികമായി ബന്ധപ്പെടാൻ കഴിയില്ല എന്ന്. അപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ
വിഷമിക്കണ്ട. ആ പെണ്ണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു തന്നപ്പോഴും ആ പെണ്ണ് മനസ്സുകൊണ്ട് കരയായിരുന്നു. അബൂ തൽഹ ഭർത്താവിനോടുള്ള കടമയാണ് ആ പെണ്ണ് നിർവഹിച്ചത്. ആ പെണ്ണിന്റെ ഇന്നലത്തെ രാത്രിയിലെ കർമ്മത്തെ അള്ളാഹു കബൂലാക്കി. ഇന്നലെ രാത്രിയിലെ ബന്ധത്തിൽ അള്ളാഹു കുട്ടിയെ വിധിച്ചിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ 9 മാസമായപ്പോൾ പ്രസവിച്ച്. ഇത് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹിയുടെ സമുദായത്തിലെ ആലിമിനുണ്ടാവും. ഏത് ആലിം? ലൗ ലം യകുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയുൻ. ആലിം ഹായിഫായി പടച്ചവനെ പേടിക്കുന്ന ആലിമാണെങ്കിൽ പിന്നെ അവിടെ വലിയ ആലിം വലിയല്ലെങ്കിൽ പിന്നെ വലിയ എന്നൊരാൾ ഉണ്ടാവൂല എന്ന് ഇമാമുന ഷാഫിഈ. ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ചിന്തിക്കണം, ശംസുൽ ഉലമ ഒരു മാനദണ്ഡമാണ് ഇവിടുത്തെ എല്ലാത്തിനും. അവര് പറഞ്ഞ നിയമത്തിനപ്പുറത്തേക്ക് ഒരാളും പോകേണ്ട. ആ നിയമത്തെ അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയൂല. അവർ മുവഫഖായ ആളാണ്, അവര് അങ്ങനത്തെ ആളാണ്. അള്ളാഹു നമുക്ക് തന്ന ദാനമായി തന്ന മനുഷ്യനാണ് മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. അവർക്ക് മരിച്ചവരെ ജയിപ്പിക്കാൻ കഴിയുമോ? നിങ്ങൾ പാതിരി ചോദിച്ച് അബൂബക്കർ മുസ്ലിയാരെ, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങളെ നബി പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ സമുദായത്തിലെ പണ്ഡിതന്മാർ ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അതേ പറഞ്ഞിട്ടുണ്ട്. മറുപടി ശംസുല്ലയുടെ മറുപടി. അപ്പോൾ പാതിരി ചോദിച്ച്, ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണ് നിങ്ങളെ പണ്ഡിതന്മാരെങ്കിൽ, നിങ്ങളുടെ നബി വചനം സത്യമാണെങ്കിൽ ഇസ്രായേലിലെ പ്രവാചകന്മാർ മരിച്ചവരെ ജയിപ്പിച്ചിരുന്നോ? നിങ്ങൾ മരിച്ചവരെ ജയിപ്പിക്കുമോ? മറുപടി അതെ, മരിച്ചവരെ ജയിപ്പിക്കും. ശവം കൊണ്ടുവാ, ജയിപ്പിച്ചു തരാ, കൊണ്ടുവാ. മറുപടി ശവയോട് നോട്ടു. എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞപ്പോൾ കൂടെയുള്ളവര് ബേജാറായി ചോദിച്ചു, ഇവൻ ശവം കൊണ്ടുവന്നാലോ? അപ്പോൾ പറഞ്ഞ് രണ്ടാലൊരു കാര്യമുണ്ടാവും. പിരിയുന്നത് വരെ പാഞ്ഞറിഞ്ഞാലും ഇവനൊരു ശവം കിട്ടൂല. കിട്ടാനുള്ള തൗഫീഖ് അല്ലാഹു അവന് കൊടുത്താൽ ജീവിപ്പിക്കാനുള്ള തൗഫീഖ് എനിക്ക് തരും. എന്തുകൊണ്ട്? വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. അപ്പൊ ഒന്ന് ചായ കുടിക്കാൻ പോയിട്ട് വരാന്നുണ്ട്, പിന്നെ ആ വഴിക്ക് പോകാതിരിക്കല്ല. മുമ്പ് ബാംഗ്ലൂർക്ക് ഒരാള് ഒരു ഗണ്ണന പ്രസംഗത്തിന് പോയൊരു സംഭവം ഒരു ബാംഗ്ലൂരുകാര് ചെറുപ്പക്കാര് പറഞ്ഞ് എന്നോട് ചിരിച്ച്. ഞങ്ങൾ 3-4 ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിപ്പോൾ വരാമെന്ന് മൂത്രിക്കാൻ പോയിട്ട്. പിന്നെ അയാൾ വയനാട്ടിൽ നിന്നാണ് ഫോൺ ചെയ്തത്, ഞാൻ ബസ്സിലുണ്ട്, വേറൊരാളെ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. ഞാൻ വൈക്കൂപ്പരെ കണ്ടില്ല. ഇതങ്ങനെയല്ല, നിങ്ങൾ മരിച്ചോരെ ജയിപ്പിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ നോക്കട്ടെ എന്നല്ല, അതല്ല, ഇഷ്ന്ന് കൊണ്ട് ഞാൻ ജീവിപ്പിക്കും. ശവം കിട്ടാനുള്ള തൗഫീഖ് അവനുണ്ടായാൽ ജീവിപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് എനിക്ക് തരും. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. അത് നമുക്ക് നോക്ക്. അതല്ല, ഇത് ആൺകുട്ടിയാ, ഇടക്കിടക്ക് ആൺകുട്ടികൾ ഉണ്ടാവുള്ളൂ. ഇടക്കിടക്കാണ് ആൺകുട്ടികൾ ഉണ്ടാകുക. മിനൽ മുഅ്മിനീന റിജാലുൻ, മുഅ്മിനീങ്ങളിൽ ഇടക്കിടക്ക് ആൺകുട്ടികൾ ഉണ്ടാവും. മുഅ്മിനീന എന്ന് പറഞ്ഞാൽ തന്നെ പുല്ലിംഗമാണ്. പിന്നെന്തിനാ റിജാൽ എന്ന് പറയുന്നത്? ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ച് ചിരിക്കാറുണ്ട്. മിനൽ മുഅ്മിനീന എന്ന് പറഞ്ഞാൽ തന്നെ ആണുങ്ങൾ എന്നല്ലേ, പിന്നെന്തിനാ അവിടെ ചോനെ അല്ലാഹുവേ ഈ റിജാൽ എന്ന് പറഞ്ഞത്? പിന്നെ നമുക്ക് മനസ്സിലായി ആണുങ്ങളൊക്കെ കൂടി ആണുങ്ങളല്ല. ചില ആണുങ്ങളാണെന്ന് മനസ്സിലാവുക അവരെ ഭാര്യമാര് പ്രസവിക്കുന്നത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു ആണുങ്ങളാണെന്നുള്ളതിന് ഒരു തെളിവും ഉണ്ടാവില്ല. ഇതാണ് ആൺകുട്ടികൾ. സദഖുമാഅഹദുല്ലാഹ്, അവർ അള്ളാഹിനോട് ചെയ്ത കരാർ ഇവിടെ പാലിക്കും. അവർക്ക് ഒരു ബേജാറും ഉണ്ടാവില്ല. അതിന് മരിച്ചവരെ ജയിപ്പിക്കേണ്ടി വന്നാൽ ജയിപ്പിക്കും, അവർക്ക് വിഷമുണ്ടാവില്ല. അവർ എന്തൊക്കെയാ വേണ്ടത് ഒക്കെ ചെയ്യും, എന്തു ചെയ്യും, എല്ലാം ചെയ്യും. അതൊക്കെ എല്ലാ കാമിലായ തസറുഫാത്തിനും അല്ലാഹു അവർക്ക് അധികാരം കൊടുക്കും. അവര് ശരീഅത്തിനെ ജീവിപ്പിച്ച ഉമ്മത്തിന് ഹിദായത്തിന് സബബായ കാമിലായ മുറബ്ബിയാണ് ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. അതിന്റെ എല്ലാ ഉസാഫുകളും അവരിൽ കാണുന്നുണ്ട്. അവർക്കെല്ലാം അറിയും. കേവലം നാരദിക്കറല്ല, അവർക്കെല്ലാം അറിയും. അവർക്ക് ഏത് മുറബ്ബിയായ മനുഷ്യന്മാരും മഹാന്മാരുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. അവർ പലപ്പോഴും ആശയവിനിമയത്തിന് മുതറജ്ജിമിനെ സ്വീകരിക്കുകയില്ല.
മനസ്സിലായില്ല? കാമിലായ മഹാന്മാരെ പ്രത്യേകത അവര് സംസാരത്തിൽ പലപ്പോഴും മുത്തറച്ചിമിനെ സ്വീകരിക്കുകയില്ല. അതായത് ഒരാൾ ഒരു ഭാഷയിൽ സംസാരിച്ചു വെച്ചാല് എന്തേ അയാൾ പറഞ്ഞതെന്ന് മറ്റയാളോട് ചോദിക്കൂല, അപ്പോൾ തന്നെ മറുപടി പറയും. ഏത് അമേരിക്കക്കാരൻ ചോദിച്ചാലും അങ്ങനെ തന്നെ മറുപടിയാണ്. എന്തുകൊണ്ട്? മുത്തറജിം അതിൽ കള്ളത്തരം കൂട്ടും. മുത്തറജിം ചിലപ്പോൾ ഇതില് പറഞ്ഞത്ര പറയൂല. നരേന്ദ്രമോദി പ്രസംഗിക്കുന്നതിനിടയിലാണ് കേരള സംസ്ഥാനത്തിൽ പ്രസിഡന്റ് പദവി നഷ്ടപ്പെട്ടത്. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? അങ്ങനെ ഉണ്ടായത്. ആ പ്രസംഗത്തോടു കൂടെയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി തന്നെ ചേഞ്ച് ആയത്. പ്രസംഗം കഴിഞ്ഞപ്പോഴത്തെ പ്രസിഡന്റ് പലത്തിൽ ചേഞ്ച് ആയി പോയിട്ടുണ്ട്. അതെന്റെ മുത്തറജിമിന്റെ വിഷയമാണത്. അത് മുത്തറജിമ് വേണ്ടി വന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് നരേന്ദ്രമോദി കേരളക്കാരെ ഭാഷ സംസാരിച്ചാൽ മുത്തറജിമിന് അതാണ് മഹാന്മാരെ മുത്തറജിമിനെ പലപ്പോഴും സ്വീകരിക്കുകയില്ല. ഇടയിൽ തെറിച്ചുമ നടത്തി കൊടുക്കുന്ന ആളെ സ്വീകരിക്കുകയില്ല. ലോകത്താരോടും ആശയവിനിമയം നടത്താൻ അവർക്ക് ഫേസ് ടു ഫേസ് ആശയവിനിമയം നടത്തും. അവർ കമാലിയത്തിൽ എത്തിച്ച മുറബിയായ മശൈഖന്മാരായിരിക്കും. അതവരുടെ പ്രത്യേകതയാണ്. ദ്വിഭാഷിയെ സ്വീകരിക്കൂല. ദ്വിഭാഷിയുടെ പ്രശ്നം എന്താ? പറഞ്ഞത് കുറച്ച് പറയും, അല്ലെങ്കിൽ കൂട്ടി പറയും. ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങോട്ട് കുറച്ച് പറയും, അല്ലെങ്കിൽ കൂട്ടി പറയും. ഇതങ്ങനെയല്ല. ഇത് മുത്തറജിമിനെ സ്വീകരിക്കൂല. കാമിലായ മശായിഖന്മാരുടെ പ്രത്യേകതയാണ്. ഇത് കാമിലായ വലിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മോമിനീങ്ങളെ, ഇത് ഇന്നും നാളെയും പറഞ്ഞാൽ തീരാത്ത ആളാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. ഞാൻ ഇത് കൃത്യമായി ഇവിടെ പറയാനുള്ള കാരണം, ഇന്ന് നമ്മൾക്കിടയിൽ പല താല്പര്യങ്ങളുമുണ്ട്, അധികരിച്ചു, നമ്മൾ വളർന്നു, ഒക്കെ ശരിയാണ്. ഒരു സമൂഹം വളരുമ്പോൾ വളരെ ഭയപ്പെടണം. എന്താ ഭയപ്പെടേണ്ടത്? അടിസ്ഥാനം ചോർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഒന്നും കൂടി ഈ കാര്യം നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞാൽ ഞങ്ങളൊന്നും വിചാരിക്കരുത്. ഒരു സമൂഹം വളരുമ്പോഴാണ് ഭയപ്പെടേണ്ടത്. ഒരു സമൂഹം വളരുമ്പോൾ ആദ്യ കാലക്കാർക്കുണ്ടായിരുന്ന സൂക്ഷ്മത വളരുമ്പോൾ ഇല്ലാതെ വരും. എല്ലാ സൂക്ഷ്മതയും മെല്ലെ 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 പോകും. ഒന്ന്, ആദർശത്തിലുള്ള നിഷ്ഠത. അവർക്ക് കൃത്യമായ ആശയനിഷ്ഠതയുണ്ടായിരുന്നു. അത് മെല്ലെ 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 ചോർന്നു പോകും. നമ്മൾ മറ്റവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് നമ്മൾ തന്നെ പറയാൻ തുടങ്ങും. വഹാബിയെ വിദഅത്തുകാരനെ വഹാബി എന്നല്ലാതെ ശംസുൽ ഉലമ സംബോധന ചെയ്യൂല. അത് ആ കാലത്ത് ആരും സംബോധന. നിങ്ങൾ വഹാബി എന്ന് ഞങ്ങളെ വിളിക്കരുതെന്ന് അസംമൂല്യർക്ക് എത്തിർത്തു. അപ്പോൾ അസംമൂല്യർ പറഞ്ഞു, ഞാൻ വഹാബി എന്ന് വിളിക്കണില്ല, വഹാബിയെ അറിയല്ലോ, ഞാൻ വഹാബി അല്ല അവനുണ്ടാക്കിയത്. അത് ഇവിടെ ചിന്തിക്കണം. വഹാബി പഴച്ചോനാണ്, അതിന് സംശയം വേണ്ട. അവന്റെ ചിന്ത പേഴ്സണാണ്. അവൻ എന്ത് തീരുമാനിച്ചാലും അതിൽ പിഴവുണ്ടാവും. അതെവിടെയെങ്കിലും പിഴവുണ്ടാവും. വഹാബിയുടെ ലേഖനം പെഴ്ച ലേഖനമാണ്. വഹാബിയുടെ ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് ആണ്. വഹാബിയുടെ എല്ലാ റിസർച്ചും പെഴ്ചുപോയി അടിത്തറ പൊളിഞ്ഞിട്ടുണ്ട്. മുകൾ എന്നത് കാര്യമില്ല, അടിത്തറ പൊളിഞ്ഞു പോയി. അതുകൊണ്ട് അവരിൽ നിന്ന് ഒന്നും ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദ്ലാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഖവാരിജിനെ പറ്റി ഖദരിയത്തിനെ പറ്റി പറഞ്ഞില്ലേ? ഇതാണ് അവർ മാനദണ്ഡമാക്കിയത്. കുറച്ചൊക്കെ അവർ പറഞ്ഞു കൊടുത്ത കാര്യമുണ്ടെന്ന് പറഞ്ഞവർ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ശംസുൽ ഉലമയെ പോലത്തെ അവർ വന്നപ്പോഴാണ് അവർ പറഞ്ഞതിൽ തീരെ കാര്യമല്ല എന്ന് ജനങ്ങൾക്ക് എന്ത് അങ്ങനെ തന്നെയല്ലേ? അതുവരെ കുറച്ചൊക്കെ അവർ പറഞ്ഞു കൊടുത്ത കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവർ ഇവിടെ ഉണ്ടായിരുന്നു. അതോടുകൂടി ഞാൻ ബോധ്യപ്പെട്ടു അവർ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമല്ല. അതെന്നെയാ കാര്യം. ഇനി വേറെ ആരായാലും വേണ്ടില്ല, ശംസുൽ ഉലമയുടെ ത്വരീഖിൽ നിന്ന് ആരൊക്കെ അവരോട് ഗർവിച്ചും ദേഷ്യപ്പെട്ടും പോയിട്ടുണ്ടോ, അവരെന്ത് പറഞ്ഞാലും അപ്പറഞ്ഞൊന്നും കാര്യം ഉണ്ടാവില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. അത് പതിരേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ട്? കാമിലായ മനുഷ്യൻ ഒരാളാണ് ഉണ്ടാവുക. ആ കാമിലുള്ള കാലത്ത് കാമിലിനോടെതിരായ ആളെ അല്ലാഹു തആല സ്വീകരിക്കൂല. അത് എത്ര വലിയ കാര്യമല്ല. തസറുഫാത്തിന് അധികാരം കൊടുക്കുന്ന കാമിൽ ഒരു സമയത്ത് ഒരാളാണ് ഉണ്ടാവുക. അത് ഒരു നൂറ്റാണ്ടിന് അങ്ങനത്തെ ഒരു മനുഷ്യൻ മതിയാവും. ഇനി ഒരു 100 കൊല്ലത്തിന് ശംസുൽ ഉലമ മതിയാവും. അല്ലാഹു തആല അവരെ മാനദണ്ഡം. ഇവിടെ പലരും മരിച്ചല്ലോ, പലരും പോയല്ലോ. ഇപ്പോഴും നമ്മൾ ദിവസേന പറയുന്നത് മഹാനായ ശംസുൽ ഉലമ. എന്തേ? അവർ ഈമാനിനൊരു ത്വരീഖ് കാട്ടി, മുഅ്മിനീങ്ങളെ ഒരു മാനദണ്ഡം കാണിച്ചു കൊടുത്തു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ശൈഖിനെ പറ്റി പറയാനുള്ള ഈ മജ്ലിസിൽ അല്ലാഹുവിന്റെ ഒരു തൗഫീഖ് കൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് വളരെ ഗൗരവമായ കൃത്യമായ ഒരു വാക്ക് ഞാൻ ഈ നമ്മുടെ
പണ്ഡിത വിദ്യാർത്ഥികൾ, ഞാനടക്കമുള്ള ദഅവത്തിന്റെ ഖാദിമീങ്ങളെയും ഈ സാധു ഓർമ്മപ്പെടുത്തുകയാണ്. അത് മറക്കാൻ പാടില്ല. നമ്മുടെ അടിത്തറ നേരത്തെ നിശ്ചയിക്കപ്പെട്ടു പോവുകയും ആ അടിത്തറയിലേക്ക് കരിയിലകൾ വീഴ്ത്താനുള്ള എല്ലാ ശ്രമത്തെയും ആ അടിത്തറ ആ ആയിരക്കണക്കായ കൊല്ലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉസൂല് ഈമാനിൽ, ബഹുമാനപ്പെട്ട ദീനിന്റെ മറ്റ് അടിസ്ഥാന കാര്യങ്ങളിൽ എവിടെയെല്ലാം കുഴപ്പമുണ്ടാക്കാൻ ബിദ്അത്തിന്റെ കക്ഷികളും മറ്റുള്ള സാമ്രാജ്യത്വ ശക്തികളും ശ്രമിച്ചോ, അവിടെയെല്ലാം ഓരോ കാലഘട്ടത്തിലെയും അയിമ്മത്ത് ഇടപെട്ട് ആ കരിയിലകൾ നീക്കി വെളിച്ചമാർന്ന ശരീഅത്ത്, ദീന്, ഈമാന്, അതിന്റെ മസ്ലക്ക് ജനങ്ങൾക്ക് തുറന്നു കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് ഈ ശുദ്ധമായ സബീലുൽ മുഅ്മിനീൻ ഇവിടെ നിലനിന്നിട്ടുള്ളത്. നമ്മുടെ നാട് കേരളത്തിന് അല്ലാഹു നൽകിയ തൗഫീഖിനെ ഞാൻ ഇടയിൽ സൂചിപ്പിച്ചു.